മതത്തെക്കുറിച്ച് ഒരു വിവരമില്ല. അറബി എന്താണ് മലയാളം എന്താണെന്ന് അറിയില്ല. ഈ ജാതി വിവരമാണ് ഇവർ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. നമ്മളത് മൗലായ സ്വല്ലി വസല്ലിമയെ പരിഹസിച്ചുകൊണ്ട് KV അബ്ദുൽ ലത്തീഫ് മൗലവി പറഞ്ഞത് ഒന്ന് കേട്ടോളുകൾ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാന്ന് നമ്മൾ ചൊല്ലുന്നതിനെ കുറിച്ച് അയാൾ പറയുന്നത് എന്താണെന്നറിയോ? ആട് അലറുന്നത് പോലെ മൂല്യന്മാർ വന്ന് അലറുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇയാൾ പറയുന്നത് ഒന്ന് എന്താണ് ഇവർ ഈ പറയുന്നത്? നമ്മൾ ഒന്ന് വെച്ചു കൊടുക്കാം. മൊയ്ലിയമാര് അകത്ത് വന്നിട്ട് മൗലായ എന്നിട്ട് ആട് തൊഴിലിക്കുമ്പോൾ ആട് തൊഴിലിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ നീട്ടി ചൊല്ലുന്നതിനെ പറ്റിയാ പറഞ്ഞത്. ആട് തൊഴിലിക്കണമായിരുന്നു തൊഴിലിക്കാണ്. നോക്കുങ്ങൾ എന്നാ ഇതേ മൗലവി തന്നെ നീട്ടി ചെല്ലരുത്. ഞാൻ വേറൊന്ന് കേൾപ്പിച്ചു തരാം. നമ്മൾ മാഴ്സറിനെ കുറിച്ച് മൂപ്പര് പറയാണ്. എന്താ? നമ്മളെ മാഴ്സറൽ മുസ്ലിമീന റഹിമക്കുമുല്ലാഹ് എന്ന് പറഞ്ഞ് മുക്രി അല്ലെങ്കിൽ മുറുക്കി ചൊല്ലിപ്പറയുന്ന വചനങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് വമൻ ലഗാ ഫലാ ജുമുഅത്തല എന്ന് പറഞ്ഞ് മൂപ്പര് പരിഹസിക്കുന്നു. കേട്ടോളുന്നത് ഒന്ന് വെച്ചുകൊടുത്താ. إذا صعد الخطيب على المنبر لا تكلم من أحدكم ومن تكلم فقد لغى. നോക്കിങ്ങൾ അങ്ങയിൽ അവറാനാജിന്റെ പോത്ത് വരുമ്പണമാതിരല്ലേ ഈ വരമ്പ്. നമ്മളെ മുസ്ലിം ചെല്ലിയുടെ സ്ഥലത്ത് ആട അലരുന്ന മാതിരിയാണ് നമ്മൾ. നോക്കിങ്ങൾ എന്താ ഇയാളൊക്കെ വേണ്ടത്? ഇതാ ഞാൻ പറഞ്ഞത്. ഒരു കഥയില്ല. ഇന്നത് വായിക്ക കിട്ടിയാ പിന്നെ ഇന്നത് പറയാതില്ല. എന്താ വായിൽ വരുന്നതെങ്കിൽ അത് കോതക്ക് പാട്ട്. ഇതാണ് ഇവരുടെ വിവരം. മതത്തെക്കുറിച്ച് അറിയില്ല. ഞാൻ കുറ്റപ്പെടുത്തിയല്ലോ കേട്ടോ. വിവരമില്ലാത്തതുകൊണ്ട് പറയാണ്. വിവരമില്ല അവർക്ക്. മതത്തെക്കുറിച്ച് ഒരു കഥയില്ല. ഞാൻ അപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ചോദ്യോത്തരങ്ങൾ തുടർന്നു. എനിക്ക് ചോദിക്കാറുള്ളത്, ഞാൻ ഒരു മുജാഹിദാനൊന്നല്ല, താഴെയൊക്കെ നീട്ടിയപ്പോൾ നിങ്ങൾ മുജാഹിദാനാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എനിക്ക് മുജാഹിദ് ആശയത്തിനോട് വളരെ താല്പര്യമുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കണേ. ഞാൻ മുജാഹിദിന്റെ കേസറ്റുകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ എനിക്ക് ചോദിക്കാറുള്ളത്, റിയാദ് സ്വാലിഹീൻ എന്ന് പറഞ്ഞ കിതാബിൽ 63 67 ഈ ഒരു കിതാബിൽ നോക്കുമ്പോൾ 63 കണ്ടത്. വേറെ കിതാബിൽ നോക്കിയപ്പോൾ 67 നമ്പർ കണ്ടത്. അതിൽ ഇസ്തിഗാസയും അള്ളാഹുവിനോട് മാത്രമേ പറ്റുള്ളൂ എന്നുണ്ട്. സുആലും അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. ദുആയും രണ്ടും അള്ളാഹിനോട് മാത്രമേ പറ്റുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് വെറുതെ എഴുതി അത് മലയാളത്തിൽ പരിവർത്തനം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പോലത്തെ പാവപ്പെട്ട ആൾക്കാർ അത് മേടിച്ചിട്ട് നോക്കിയതുകൊണ്ട് ചോദിച്ചാണ് ഞാൻ. അതുകൊണ്ട് ചോദിക്കുകയാണ്. അതിനൊരു മറുപടി പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. റിയാദ് സ്വാലിഹീനിൽ 63 കണ്ടത്, 67 കണ്ടത്. റിയാദ് സ്വാലിഹീനിൽ നിങ്ങൾ വായിച്ച ആ ഉദ്ധരണിയിൽ ഒരു കുഴപ്പവും ഇല്ല. അങ്ങനെ ചോദിക്കുക എന്നത് അള്ളാഹുവിനോട് മാത്രമാണെങ്കിൽ നിങ്ങൾ എന്നോട് ഇവിടെ നമ്മോട് ചോദിക്കാൻ പാടില്ലായിരുന്നു. അതും നിങ്ങൾക്ക് അള്ളാഹുവിനോട് ചോദിക്കാമായിരുന്നല്ലോ. അതുമാത്രമല്ല, അസുഖം ബാധിച്ചാൽ ഡോക്ടറിനെ സമീപിക്കേണ്ടതില്ലായിരുന്നു. അള്ളാഹിനോട് ചോദിക്കാമല്ലോ, അള്ളാഹുവെ അസുഖം സുഖപ്പെടുത്തണമെന്ന്. അതുപോലെ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ ഉണ്ടായാലും നിങ്ങൾക്ക് അള്ളാഹുവിനോട് ചോദിക്കാമായിരുന്നു. റിയാദ് സ്വാലിഹീൻ അനുസരിച്ച് നിങ്ങൾ അമൽ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ചോദിക്കുക എന്നത് അള്ളാഹുവിനോട് തന്നെയാണ് ചോദിക്കേണ്ടതും നാം ചോദിക്കുന്നതും. പക്ഷെ ചോദിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നാം മഹാന്മാരെ ഇടയാളന്മാരാക്കി അള്ളാഹുവിനോട് ചോദിക്കുന്നു എന്നാണ്. ഇത് രണ്ടും വൈരുദ്ധ്യമല്ല. അത് രണ്ടും പ്രത്യേകിച്ച് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള സന്മനസ് നിങ്ങൾക്കുണ്ടാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. അതേസമയത്ത് നാം എല്ലാം അള്ളാഹു തന്നെയാണ് സഹായിക്കുന്നവൻ എന്നാണ് വിശ്വസിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് തന്നെ വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിന്റെ അരികിൽ നിന്നല്ലാതെ ഒരു സഹായവും ഒരാളിൽ നിന്നും ലഭ്യമല്ല. അപ്പോൾ എനിക്ക് ഒരാളിൽ നിന്ന് സഹായം ലഭിച്ചുവെങ്കിൽ അതിന്റെ അർത്ഥം അത് അള്ളാഹുവിൽ നിന്ന് സഹായം ലഭിച്ചതാണ് എന്നല്ലാതെ അവർ സഹായം സൃഷ്ടിച്ച് ചെയ്യുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അത് പ്രത്യേകിച്ച് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള സന്മനസ് നിങ്ങൾക്കുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ചോദിച്ചത് അത് എഴുതിയത് ശരിയാണോ അല്ലേ എന്നുള്ളതാണ്. അതിൽ അത്ര വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് മാത്രം ചോദിക്കുക. നീ സഹായാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹിനോട് മാത്രം സഹായാർത്ഥിക്കുക. ഇത് എഴുതി വെച്ചിട്ട് തിരിച്ച് നിങ്ങൾ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ചോദിക്കണം. അല്ലെങ്കിൽ അത് എഴുതി വെക്കാതിരിക്കേണ്ടി വരും. നിങ്ങളുടെ കിതാബാണ് ഞാൻ ചോദിക്കണം.
അതാണ് ഞാൻ മറുപടി പറഞ്ഞതും. അത് ഇത് മാത്രമല്ലല്ലോ, ഖുർആനിലുണ്ടല്ലോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നാം എല്ലാം അള്ളാഹിനോട് പറയുന്നത് തന്നെ നിന്നെയാണ് ആരാധിക്കുന്നത്, നിന്നോട് സഹായം ചോദിക്കുന്നു എന്ന്. അപ്പൊ എല്ലാ സഹായവും അത് അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്. നാം ചോദിക്കുന്നതും അള്ളാഹുവിനോട് തന്നെയാണ്. പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് പിന്നെ മരിച്ചെന്തിനാണ് ചോദിക്കുന്നത് എന്നാണ്. മഹാന്മാരോട് മമ്പുറം തങ്ങളുടെ ജാരത്തിങ്കൽ പോയി മമ്പുറം തങ്ങളോട് സഹായം ചോദിച്ചാലും അതിന്റെ അർത്ഥം മമ്പുറം തങ്ങൾ സഹായം ഉണ്ടാക്കി നമുക്ക് തരണം എന്നല്ല. പിന്നെയോ മമ്പുറം തങ്ങളോട് റെക്കമെൻഡ് എന്ന അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണ്. അപ്പൊ മമ്പുറം തങ്ങളോട് ചോദിക്കുമ്പോൾ മമ്പുറം തങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു. മമ്പുറം തങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ അരികിൽ മമ്പുറം തങ്ങൾ ഒരു മുഖറബായ അടിമയായതുകൊണ്ട് പ്രത്യേകതയുണ്ടാകുമല്ലോ. ആ നിലക്ക് മഹാന്മാർ അള്ളാഹുവിനോട് ആ സാമീപ്യം കരസ്ഥമാക്കിയതുകൊണ്ട് ആ സാമീപ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ചോദിക്കുമ്പോൾ അവരുടെ ചോദ്യത്തിന് പെട്ടെന്ന് ഉത്തരം കിട്ടും. ആൽ ഇമ്രാനിലെ 70-ാമത്തെ ആയത്ത് നിങ്ങൾ അംഗീകരിച്ചാൽ മാത്രം മതി. പറഞ്ഞില്ല. അല്ല, ആയത്തിലെന്തല്ല പോലെ ആയത്തിലെന്തല്ല എവിടെ പറഞ്ഞിട്ടെ. قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ويتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. അർത്ഥം പറയും, അർത്ഥം കൂടി നിങ്ങൾ എന്നെ വെച്ചമനിസ്താൻ ഞാൻ നിങ്ങൾ തന്നെയാണ് ഇതിന് പറഞ്ഞു തരേണ്ടത്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല് ആ ആയത്ത് ഇവിടെ വ്യക്തമാക്കി കൊടുത്ത് പാവങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത വളരെ ഉപകാരമായിരുന്നു. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നതിന്റെ അർത്ഥം നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം എന്നാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. വേറെ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല. അടുത്ത ഒരായത്തണ്ട് ഓതിയാലൊക്കെ ആവുന്ന അത് ബല സ്ഥിരം പരിപാടിയാണ്. ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം, ഒന്ന് വെച്ചു കൊടുത്താൽ ഇയാളെന്ന് പറയട്ടെ. ഇയാളെ ഞാൻ കുറ്റപ്പെടുത്തല്ലോ കേട്ടോ. മുജാഹിദിന്റെ പരിപാടി എന്താ, ആയത്തണ്ട് ഓതിയിട്ട് ആളുകളെ പൊട്ടീസാക്കാം. ഇതിന് നമ്മളെ കിട്ടുമോ? അന്തള്ളോടെ കിട്ടൂല. ഞാൻ പറയല്ല, മുജാഹിദിന്റെ ബാലുശ്ശേരി കണ്ടോളൂ. ഞാൻ ഒരു ആയത്ത് ഓതി കേൾപ്പിച്ചു തരാം. അയാൾ ഒരു ആയത്ത് ഓതുക, എന്നിട്ട് പെരും കരച്ചിൽ കരയാ. ഒന്നുമില്ല, അവിടെ കരേണ്ട ഒരു കാര്യമില്ല. അയാൾ അങ്ങനെ കരയാ. അത് പറയും, ഒന്ന് കേട്ടോളൂ. എന്നിട്ട് ഞാൻ ബാക്കി അതിനെ പറ്റി പിന്നെ പറയാം. അന്ന് വാപ്പ പറയുമ്പോലെ ഇത് പരലോകമാണ് മോനെ, ഇവിടെ അവന് കൊടുക്കില്ല മോനെ. ഒരമല് ഞാൻ നിനക്ക് തന്നിട്ട് ഭയങ്കര കരച്ചിൽ. ഒരു കാര്യമില്ല. ഇത് കേട്ടപ്പോ മുജാഹിദിന്റെ നേതാവിന്റെ KV അബ്ദുൽ ലത്തീഫ് മൗലവി മൂപ്പര് പറയും, എന്താ ഈ കാട്ടുന്നത്, ഒരായത്തണ്ട് ഓതുക എന്നിട്ടാണ് കരയാ, അതുകൊണ്ട് വിജയം തീരുമാനമാകുമോ? ഞാൻ പറയല്ല, മുജാഹിദ് നേതാവ് കേട്ടോളൂ. ആള് പറഞ്ഞത് വെച്ചോടുത്ത ഒരായത്തോടിയിട്ട് നിരോധിച്ചാൽ ആയത്ത വെറുതെ നോക്കിയ ഒരായത്തോടിയിട്ട് നിരോധിച്ചാൽ ആയത്ത ആ വിദ്യയാവില്ല. ഉറപ്പല്ലേ? വെറുതെ നോക്കിയ വെറുതെ ഞാൻ നിരോധിക്കുക ആയത്തണ്ട് ഓടുക, എന്നിട്ട് എന്തെങ്കിലും പറയാം, എന്നിട്ട് വെറുതെ നിരോധിച്ചു. എന്തുകൊണ്ട് കാര്യാവോ? കാര്യാവൂല. വിഷയം എന്നിട്ട് പറയാ, തെളിവുണ്ട് ഉദ്ധരിക്കുക. നമ്മൾ ഓതുന്ന ആയത്തിന് ഞങ്ങൾ പറയുന്നതിന് തെളിവുണ്ട് എന്നിങ്ങോട്ട് സമർത്ഥിക്കാൻ കഴിയുന്ന ആൺകുട്ടികളുള്ള മുജാഹിദുകൾ ഉണ്ടെങ്കിൽ വരട്ടെ. അതാ വേണ്ടത്. എന്തെങ്കിലും കൊലുവല്ലാതെ ഓതി അർത്ഥം വെക്കുന്നതാണ് എല്ലാവർക്കും വരാൻ പറ്റും. ഞങ്ങളിത് പഠിച്ചിട്ട് വരിക, പഠിച്ചാണ് ഇത് പറയുന്നത്. ഇത് ഖുർആനും സുന്നത്തും 10 കൊല്ലം പഠിച്ച് 15, 10, 20 കൊല്ലം ദർസ് നടത്തിയിട്ട് ഞാനല്ല, ഞങ്ങളെല്ലാവരും ഇത് പഠിച്ചിട്ട് വരികയാണ്. വെറുതെ ഇങ്ങനെ പരിഭാഷ വായിച്ച് വരികയല്ല, ആഫീസിൽ നിന്ന് കിട്ടുന്ന ഷീട്ട് വായിച്ച് വരികയല്ല. ഇത് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഖുർആനിൽ പഠിപ്പിച്ചത് എന്താ? മൗലവി ഓതി ആയത്താവട്ടെ ഓതാത്ത ആയത്താവട്ടെ അതിലൊക്കെ പറയുന്നത് എന്താ? സഹോദരന്മാരെ, അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല. അല്ലാ തഅ്ബുദു ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. മറ്റൊരായത്തിൽ കാണാം, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികളൊക്കെ അല്ലാഹുവിനുള്ളതാകുന്നു. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിനോട് കൂടെ മറ്റൊരാളെ നിങ്ങൾ ദുആ ചെയ്യരുത്. ഐ ഫലാ തഅ്ബുദു മഅല്ലാഹ്, മറ്റൊരാളെ നിങ്ങൾ ഇബാദത്ത് എടുക്കരുത്. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുക ഒന്നുമില്ല. അത് ആളുകൾ ഇങ്ങനെ ഇത് കേൾക്കുമ്പോ ആസ്വാദനങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ഇങ്ങനെ ശ്രദ്ധിക്കണം. മറ്റൊരായത്തിൽ ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, പറഞ്ഞു നബിയേ, ഞാൻ എന്റെ റബ്ബിന് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, മറ്റൊരാളെയും ഞാൻ അല്ലാഹുവോട് കൂടെ പങ്കു ചേർക്കൂല. ഖുർആൻ പഠിപ്പിച്ചതാണ്. അതിലൊക്കെ പറഞ്ഞതെന്താ? ആരാധന അല്ലാഹുക്ക് മാത്രമേ സമർപ്പിക്കാവൂ.
ഖുർആൻ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ആരാധന അള്ളാഹു മാത്രമേ പറ്റുള്ളൂ. അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ഒരൊറ്റ ആയത്ത് ഖുർആനിൽ ഇതുവരെ മുജാഹിദുകൾക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. പടപ്പറമ്പിൽ കഴിയുമോ കേരളത്തിലുള്ള മുഴുവൻ മൗലവിമാരെയും ഞങ്ങൾ ഇതാ സ്വാഗതം ചെയ്യുന്നു. കഴിയുമെങ്കിൽ വരട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സഹായം തേടാൻ പാടില്ല എന്ന് പറയുന്ന ഒരൊറ്റ ആയത്ത്, കൂടുതൽ വേണ്ട, ഒരായത്ത് വേണ്ട. ഒരായത്തിന്റെ കഷ്ടം തെളിയിക്കാൻ കഴിയുമോ? കേരളത്തിൽ നട്ടലുള്ള വിവരമുള്ള അറബി അറിയുന്ന മൗലവിമാരുണ്ടെങ്കിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കഴിയുമോ? നിങ്ങൾക്ക് കഴിയില്ല. പിന്നെന്താ ഖുർആനിലുണ്ട്? അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല. അല്ലാഹു മാത്രമേ ആരാധിക്കാവൂ, ഇബാദത്ത് ചെയ്യാവൂ. സുന്നികളായി ഞങ്ങൾക്ക് വല്ല തർക്കമുണ്ടോ അതിന്? ഞങ്ങൾ അല്ലാഹു മാത്രമേ ആരാധിക്കാവൂ എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരാധനക്ക് തരപ്പെട്ടവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും അത് ഞങ്ങളെ മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേരുകയും ചെയ്ത പ്രസ്ഥാനമാണ് അഹ്ലുസുന്ന പ്രസ്ഥാനം. എന്നിട്ട് അവരോട് പറയാ, സുന്നികളോട് പറയാ, നിങ്ങൾ അല്ലാഹ് അല്ലാത്തവർക്ക് ആരാധിക്കുകയാണ്. ആ പൂതി നമ്മൾ മനസ്സിൽ വെച്ചാൽ മതി. ഒന്നുകൂടി നന്നാക്കി പറഞ്ഞാല് മുജാഹിദുകളുടെ വീടുകളിലുള്ള അടുപ്പുകൾ ഉണ്ടാവും, ആ അടുപ്പിൽ കൊണ്ടുപോയി കുടിച്ചിടുക എന്നല്ലാതെ മുസ്ലിമീങ്ങൾക്ക് ഈ തൗഹീദ്, മുജാഹിദ് പഠിപ്പിക്കുന്ന ഈ തൗഹീദ് ആവശ്യമില്ല. എന്തുകൊണ്ട്? നമ്മൾ മഹാത്മാക്കളെ വിളിക്കുന്നത്, റസൂലുള്ളാഹിനെ വിളിക്കുന്നത്, അമ്പിയാക്കൾ ഔലിയാക്കളെ സഹായത്തിലേക്ക് വിളിക്കുന്നത് അതൊരിക്കലും അവർക്കുള്ള ആരാധനയല്ല. ആരാധനയാവണമെങ്കിൽ എന്തു വേണം? ഞാൻ പറയുന്നില്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുഖപത്രം അൽമനാർ 988 ജനുവരി മാസത്തിൽ ഇറങ്ങിയ അൽമനാർ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. ഇതിൽ പറയുന്നത് എന്താണ്? ആ ആരാധനയാവണമെങ്കിൽ കണ്ടോ, അങ്ങേയറ്റത്തെ താഴ്മയും അടിമത്തവും അനുസരണവും വിനയുമൊക്കെ ഇബാദത്തും, അതായത് ആരാധനയും തൗഹീദിന് വിരുദ്ധവുമായി തീരണമെങ്കിൽ അതിന്റെ പിന്നിൽ ദിവ്യത്വ സങ്കല്പമുണ്ടായിരിക്കണം. ദിവ്യത്വം എന്ന് പറഞ്ഞാൽ ദൈവീകത ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ചോദിക്കുന്ന, തേടുന്ന, വിനയം പ്രകടിപ്പിക്കുന്ന വ്യക്തി, ശക്തി, വസ്തു അത് ദൈവമാണെന്നോ, ദൈവ അവതാരമാണെന്നോ, ദൈവപുത്രനാണെന്നോ വിശ്വസിച്ചുകൊണ്ടാണോ തേടുന്നത്, ചോദിക്കുന്നത്, അപേക്ഷിക്കുന്നത്, അർത്ഥിക്കുന്നത്, അതുപോലെ അനുസരണം, താഴ്മയും പ്രകടിപ്പിക്കുന്നത് എങ്കിൽ ആ താഴ്മ, ആ അനുസരണം, ആ ചോദ്യം, ആ അർത്ഥന, ആ പ്രാർത്ഥന അവർക്കുള്ള ആരാധനയാകുന്നു. ഇതാരാ പറയുന്നത്? മുജാഹിദിന്റെ മുഖപത്രം അൽബനാർ പറയുകയാണ്. നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ സുന്നികളായ ഞങ്ങളോട് നിങ്ങൾ അല്ലാഹു മാത്രമേ ആരാധിക്കാവൂ, അല്ലാത്തവർക്ക് ആരാധിക്കരുതേ എന്ന് പറയുന്ന ആ ചോദ്യമുണ്ടല്ലോ, ആ പ്രസ്താവനയുണ്ടല്ലോ, അത് സ്വന്തം നെഞ്ചിലേക്ക് തിരിഞ്ഞുകുത്തുന്നതാണ് എന്ന വസ്തുത രാജ്യത്തുള്ള മുജാഹിദുകൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒന്ന് അടങ്ങിയിരിക്കും, ശാന്തമായിരിക്കണം, ഒന്നുമില്ല. ഇതൊക്കെ സാധാരണ മുഖാമുഖം. നിങ്ങൾക്ക് ഇപ്പൊ ആദ്യ ഞാൻ 10-400 മുഖാമുഖമായി അള്ളാന്റെ തൗഫീഖ് കൊണ്ട് നടത്താൻ തുടങ്ങിയിട്ട് അത് ചങ്കിന് തറക്കണ മറുപടി എത്തിയ മുജാഹിദ് കടന്നിങ്ങനെ എരിപിരി കൊള്ളും. അത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും, പിന്നാട് പോവുകയും ചെയ്യും. ഇതൊക്കെ ഞങ്ങൾക്ക് അനുഭവമാണ്. ആരും അതിനെന്താ, അടങ്ങി അവിടെ ഇരുന്നോളൂ. മുജാഹിദിന്റെ മുഖപത്രം തന്നെ പറയുന്നത് എന്താണ്? ഈ ചെയ്യുന്ന കാര്യം, കർമ്മം, അനുസരണം, താഴ്മ, വിനയം, അർത്ഥന, പ്രാർത്ഥന അതൊക്കെ ആരാധനയാവണമെങ്കിൽ ദൈവത്വം ചാർത്തണം, ദൈവീകത സമർപ്പിച്ചുകൊണ്ട് ആയിരിക്കണമെന്നാ മുജാഹിദ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ആളുകളോട് നമ്മൾ റസൂലുള്ളാഹിനെ വിളിക്കുമ്പോ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ വിളിക്കുമ്പോ നിങ്ങൾ ആരെങ്കിലും അള്ളാന്റെ റസൂലിൽ ദൈവീകത ചാർത്തുന്നുണ്ടോ? അള്ളാന്റെ റസൂല് ദൈവമാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലതി എന്ന് നമ്മളൊക്കെ വിളിച്ച് സഹായം തേടുന്നു. ഇങ്ങനെ തേടുമ്പോ നമ്മൾ ആരെങ്കിലും അള്ളാന്റെ റസൂല് ദൈവമാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അറിയാം. നമ്മൾ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ല. പോകട്ടെ, ദൈവ അവതാരമാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? അള്ളാന്റെ റസൂല് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നില്ലേ ഗുരുവായൂരപ്പൻ ദൈവാവതാരമാണെന്ന്? അതുപോലെ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടോ? ആരംഭ റസൂലോ അല്ലെങ്കിൽ യാ ഗൗസു യാ മുഹയ്യദ്ദീൻ എന്ന് മുഹയ്യദ്ദീൻ ശേഖരെ വിളിക്കുമ്പോ ആ മുഹയ്യദ്ദീൻ ശേഖ് ദൈവമാണെന്നോ, ദൈവ അവതാരമാണെന്നോ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടോ? ഉണ്ടോ?
ഇല്ല. പോകട്ടെ, ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? ക്രിസ്ത്യാനികൾ യേശുവിനെ കുറിച്ച് വിശ്വസിക്കുന്നതെന്താ? വഖാലത്തിൽ യഹൂദ് ഉസൈർ ബിനുല്ലാഹ്. ഖുർആൻ പറഞ്ഞതെന്താ? ജൂതന്മാർ പറഞ്ഞു ഉസൈർ ദൈവപുത്രനാണ്. വഖാലത്തിൻ നസാറാ അൽ മസീഹ് ബിനുല്ലാഹ്, യേശു ദൈവപുത്രനാണ് ക്രിസ്ത്യാനികൾ പറയുന്നു. അതുപോലെ മുസ്ലിമീങ്ങളായ നമ്മൾ റസൂലുള്ളാഹിനെ വിളിക്കുമ്പോ, ബദരീങ്ങളെ വിളിക്കുമ്പോ, മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോ അവര് ദൈവമാണെന്നോ, ദൈവ അവതാരമാണെന്നോ, ദൈവപുത്രനാണെന്നോ, ദിവ്യത്വമുണ്ടെന്നോ നമ്മൾ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ട്? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ മുജാഹിദിന്റെ മുഖപത്രം അൽമനാർ പഠിപ്പിക്കുന്നു, അതുകൊണ്ടത് ആരാധനയാവൂല. ഇത് ശിർക്കാവണമെങ്കിൽ, ആരാധനയാവണമെങ്കിൽ മുഹയ്യിദ്ദീൻ ശൈഖിനെ, റസൂലിനെ, മഹാത്മാക്കൾക്ക് സമർപ്പിക്കുന്ന നമ്മുടെ താഴ്മയും വിനയവും ഒക്കെ ദിവ്യത്വം ചാർത്തിക്കൊണ്ടായിരിക്കണം, ദൈവീകത സമർപ്പിച്ചുകൊണ്ടായിരിക്കണം. മുസ്ലിമീങ്ങളായ നമ്മൾ ഇലാഹ്, ദൈവം, ഇലാഹായിട്ടുള്ളത് അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ മുസ്ലിംകളായ നമ്മൾ ചെയ്യുന്ന തേട്ടം, റസൂലിനെ വിളിക്കുന്ന വിളി, മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുന്ന വിളി ഇല്ല, ഒരിക്കലും ശിർക്കാവൂല, അതവർക്കുള്ള ആരാധനയാവൂല. മുജാഹിദിന്റെ മുഖപത്രം അൽമനാർ പറയുന്നതനുസരിച്ചാണ് ഞാൻ പറയുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ടല്ലേ ലോകത്ത് കഴിഞ്ഞുപോയ ഇമാമുകൾ, നിങ്ങൾക്കറിയോ മുജാഹിദുകൾ അവരെയൊക്കെ മുശ്രിക്കാക്കിക്കൊണ്ടിരിക്കുന്നു. മുജാഹിദ് പത്രം പറയുന്നത് എന്താണ്? ആരംഭ റസൂലിന്റെ ഹളറത്തിലേക്ക്, അല്ലെങ്കിൽ മറ്റ് മഹായിമാക്കളുടെ ഹളറത്തിലേക്ക് ഉദ്ദേശ്യ സാഫല്യത്തിന് വേണ്ടി മഹായിമാക്കളുടെ മഖ്ബറയിലേക്ക് പോകുന്നവൻ മുശ്രിക്കാണ്, കാഫിറാണ്, ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്. മഅദല്ലാഹ് പറയുന്നത് ആരാ? മുജാഹിദിന്റെ പത്രമാണ്. അള്ളാന്റെ റസൂലിന്റെ ജാറത്തിങ്കിലേക്ക് പോകുന്നവൻ മുശ്രിക്കാണത്രേ. അല്ലെങ്കിൽ അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും മഖ്ബറയിലേക്ക് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പോകുന്നവൻ കാഫിറാണ്, ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്. മഅദല്ലാഹ് മുജാഹിദുകൾ പച്ച മലയാളത്തിൽ എഴുതി വച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, എന്നാൽ പിന്നെ ആരൊക്കെയാണ് മുശ്രിക്കാവുക, കാഫിറാവുക? ലോകത്ത് കഴിഞ്ഞ മുഴുവൻ ആളുകളും അപ്രകാരം കാഫിറാണ്, മുശ്രിക്കാണെന്ന് പറയേണ്ടി വരും. മഅദല്ലാഹ് വിശദീകരിക്കാൻ സമയമില്ല. സഹാബികളിൽ പ്രമുഖനായ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു സഹാബിയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി. റസൂലിൽ നിന്ന് തൗഹീദ് പഠിച്ചവർ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുമ്പോ അങ്ങകലെ ഷാമിൽ, സിറിയയിൽ അവിടുത്തെ ഗവർണറായി, ഉദ്യോഗസ്ഥരായി ജോലി ചെയ്തിരുന്നു. മഹാനവറുകൾ അവിടെ ഡമസ്കസ്, ഇന്നത്തെ സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസ് മുസ്ലിമീങ്ങൾക്ക് ഫത്ഹായപ്പോ വിവരം പറയാൻ വേണ്ടി മദീനയിലേക്ക് വരുന്നു. ഉമറുൽ ഫാറൂഖിനെ കണ്ട് കാര്യങ്ങൾ തെര്യപ്പെടുത്തുന്നു. 7 ദിവസം യാത്ര ചെയ്തുകൊണ്ടാണ് മദീനയിലേക്ക് എത്തിയത്. ഇമാം നവവി രേഖപ്പെടുത്തി വെക്കുന്നു. തിരിച്ചു പോവുകയാണ് മഹാൻ. പക്ഷേ ചിന്തിച്ചു, എനിക്ക് ഇനിയും 7 ദിവസം യാത്ര ചെയ്യാൻ വയ്യ, കാരണം ദീർഘയാത്രയാണ്, ചുരുങ്ങിക്കിട്ടണം വഴി. പരിഹാരം എന്താണ്? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ അരികിൽ പോകുന്നു, പോയിട്ട് ദുആ ചെയ്യുന്നു. അക്കാരണത്തിനാൽ 7 ദിവസം യാത്ര ചെയ്ത വഴി ദൂരം 2.5 ദിവസമായി ചുരുങ്ങുന്നു. ഞാൻ പറയുന്നതല്ല, രണ്ടാം ശാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം നവവി റഹിമഹുല്ലാ തന്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. നോക്കൂ നിങ്ങൾ, വസറൽ മദീനത ഫി 7 അയ്യാമിൻ, 7 ദിവസം കൊണ്ടാണ് മദീനയിലേക്ക് എത്തിയത്. വറജഅ മിൻഹാ ഇല ശാമി, മദീനയിൽ നിന്ന് ഡമസ്കസിലേക്ക് എത്തിയതോ ഫീ യൗമൈനി വനിസ്ഫിൻ, 2.5 ദിവസം കൊണ്ടാണ്. 2.5 ദിവസം. എന്തേ കാര്യം? ബിദുആഇഹി ഇൻദ ഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വതശഫഉഹി ബിഹി ഫീ തഖരീബി തരീഖിഹി. ആരംഭ റസൂലിന്റെ ജാറത്തിങ്കലിൽ പോയിട്ട് എനിക്ക് വഴി ദൂരം ഒന്ന് കുറഞ്ഞു കിട്ടണം നബിയേ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്തു. ആ കാരണത്തിനാൽ 2.5 ദിവസമായി വഴി ദൂരം ചുരുങ്ങി. പറയുന്നത് ആരാ? വിവരമില്ലാത്ത മൗലവിമാരല്ല. ഇമാം നവവിയുടെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന ഗ്രന്ഥത്തിലാണ് ഇത് രേഖപ്പെടുത്തി വെക്കുന്നത്. കേരളത്തിലെ മുജാഹിദിന് പറയുന്നതോ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി അങ്ങനെ ജാറങ്ങളിൽ പോയാൽ അവൻ കാഫിറാണ്, മുശ്രിക്കാണ്, ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്. മഅദല്ലാഹ് ഇവരുടെ ഭാഷയിൽ സ്വഹാബിയായ ഉഖ്ബത്ത് റളിയല്ലാഹു അൻഹു കാഫിറായില്ലേ, മുശ്രിക്കായില്ലേ, ജൂതനായില്ലേ, ക്രിസ്ത്യാനിയായില്ലേ? അത് രേഖപ്പെടുത്തി വെച്ച ഇമാം നവവി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയില്ലേ? മുസ്ലിമീങ്ങൾക്ക് കഴിയുമോ ഇത് പറയാൻ? കേരളത്തിലുള്ള വഹാബികൾക്കല്ലാതെ
ഇത് പറയാൻ കഴിയില്ല. നൂറുകണക്കിന് സ്വഹാബികൾ എന്റെ കൈവശമുണ്ട് ഗ്രന്ഥങ്ങൾ. ഇതാ ഗൗസുൽ ആലം ശൈഖ് ജീലാനി തങ്ങളുടെ ഉന്നത്തു താലിബീൻ എന്ന ഗ്രന്ഥം നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൽ പറയുന്നത് എന്താ? ആരംഭ റസൂലിന്റെ ജാറത്തിങ്കലിൽ പോയാൽ, ആ ജാറത്തിങ്കലിൽ പോയി അവിടെ ചെന്ന് പറയേണ്ടത് എന്താ? റസൂലുള്ളാഹിനെ വിളിക്കണമെന്നാണ്. അത് ആരാധനയാണെന്നോ ശിർക്കാണെന്നോ അല്ല. സഹോദരന്മാരെ, ഞാൻ നിങ്ങൾക്ക് ഇവിടെ കേൾപ്പിക്കാൻ പോകുന്നു. നേരത്തെ പറഞ്ഞല്ലോ, മഹാത്മാക്കളെ ഇടതേടിക്കൊണ്ടോ മഹത്തുക്കളെ മുൻനിർത്തിക്കൊണ്ടോ ചോദിച്ചാൽ ആ ദുആക്ക് ഇജാബത്തുണ്ട്. സക്കരിയ സലാഹി തന്നെ പറയുന്ന ക്ലിപ്പ് ഞാൻ ഇവിടെ കേൾപ്പിക്കുന്നു. അതിനു മുമ്പ് നിങ്ങൾ കേട്ടോളൂ. ഇമാം ഗൗസുൽ ആലം ശൈഖ് ജീലാനി തങ്ങളുടെ കുഞ്ഞത്താണ് എന്റെ കയ്യിൽ. ആരംഭ റസൂലിന്റെ ഖബർ ശരീഫിന്റെ അരികിലെത്തിയാൽ ചെയ്യേണ്ടത് എന്താ? യാ റസൂലല്ലാഹ്, വഫാത്തായ നബി തങ്ങളെ വിളിക്കണം. വിളിക്കേണ്ട പദം പഠിപ്പിച്ചു തരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ലിയഗ്ഫിറ ലീ ദുനൂബി. നബിയെ, അങ്ങയെ കൊണ്ട് തങ്ങൾ മുഖേന ഞാനിതാ എന്റെ റബ്ബിലേക്ക് മുന്നിടുന്നു നബിയെ, എന്റെ ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി. റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടണം. പറയുന്നത് ആരാ? ഗൗസുൽ ആലം ശൈഖ് ജീലാനി. മുജാഹിദ് പറയുന്നതോ അങ്ങനെ വിളിക്കുന്നവൻ മുശ്രിക്കാണ്, കാഫിറാണ്. നമ്മൾ ആരെ കൂടെ നിൽക്കണം? ഗൗസുൽ ആലം ശൈഖ് ജീലാനി തങ്ങൾ മുഹയ്യദ്ദീൻ ശൈഖ് പറഞ്ഞ തന്റെ കിതാബിൽ പറഞ്ഞത് സ്വീകരിക്കണോ? ജാഹിലായ രാമനും ബാലനും ഒക്കെ മുസ്ലിമാണെന്ന് പറഞ്ഞ പടുജാഹിലായ മൗലവിമാർ പറഞ്ഞത് സ്വീകരിക്കണോ? മുസ്ലിമീങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. നിങ്ങൾക്കറിയോ, ഹിജ്റ 505 വഫാത്തായ ഇമാം ഗസാലി തന്റെ ഇഹ്യയിൽ പറയുന്നത് എന്താ? ആരംഭ റസൂലിന്റെ ജാറത്തിങ്കലെത്തിയാൽ ചെയ്യേണ്ടത് എന്താണ്? അവിടെ ചെന്ന് റസൂലിനോട് ശഫാഅത്ത് തേടണം. അത് പുണ്യകർമ്മമാണ്, അത് സുന്നത്താണ്. ഇമാം ഗസാലി രേഖപ്പെടുത്തി വെക്കുന്നു. കേരളത്തിലെ മുജാഹിദുകൾ KNM പ്രസിദ്ധീകരിച്ച പുസ്തകം വിശ്വാസ കാര്യങ്ങൾ, ഈ പുസ്തകത്തിൽ പറയുന്നതോ അങ്ങനെ സഹായം തേടിയവെന്നത് മുശ്രിക്കാണ്, കാഫിറാണ്, റസൂലിനോട് ശഫാഅത്ത് തേടാൻ പാടില്ല. വിവരമില്ലാത്ത മൗലവി എഴുതി വെക്കുന്നു. നമ്മൾ ആരെ പിന്തുണക്കണം? ഇമാം ഗസാലി തന്റെ ഇഹ്യയിൽ പറഞ്ഞത് സ്വീകരിക്കണോ? ജാഹിലായ ഈ മൗലവി പറഞ്ഞത് സ്വീകരിക്കണോ? പ്രിയപ്പെട്ടവരെ, ഭക്ഷണം കഴിക്കുന്നവരോടുള്ള ചോദ്യമാണിത്. നിങ്ങൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ഇമാം നബവിയുടെ ശറഹുൽ മുഹദ്ദബാണ് എന്റെ കയ്യിൽ, 8ാമത്തെ വാല്യം, അതിന്റെ 202, 203 പേജിൽ ആരംഭ റസൂലിന്റെ ജാറത്തിങ്കലിൽ പോയാൽ എന്തു ചെയ്യണം? ഇമാം നബവി പറയുന്നു, അവിടെ നിൽക്കണം, ഭവ്യതയോടെ നിൽക്കണം. എങ്ങനെ നിൽക്കണം? ഖുബാലത വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭ റസൂലിന്റെ മുഖത്തേക്ക് തിരിഞ്ഞ്, ഖബറിലേക്ക് തിരിഞ്ഞു നിൽക്കണം. നമ്മൾ കിബിലയിലേക്കല്ല തിരിയേണ്ടത്. നിങ്ങൾ നോക്കണം, മുജാഹിദുകളുടെ ഭാഷയിൽ കൊടിയ ശിർക്ക്. ഇമാം നബവി ഹിജ്റ 676 വഫാത്തായ പണ്ഡിതൻ, 2ാം ശാഫിഈ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ. നിങ്ങൾ നോക്ക്. എന്നിട്ട് ശാഫിഈ ഇമാം പറയുന്നു, വയതവസ്സലു ബിഹി ഫീ ഹഖി നഫ്സിഹി, ആരംഭ റസൂലിന്റെ ജാറത്തിങ്കൽ ചെന്ന് റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുൽ ചെയ്യണം. അത് സുന്നത്താണ്, അത് തൗഹീദാണ്, പുണ്യകർമ്മമാണ്. കേരളത്തിലെ മുജാഹിദിന്റെ സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ ഈ പുസ്തകത്തിൽ പറയുന്നതോ അത് ശിർക്കാണ്, അത് കുഫ്റാണ്. നമ്മൾ ആരെ കൂടെ നിൽക്കണം? റസൂലുള്ളാഹിനെ തവസ്സുൽ ചെയ്യൽ തൗഹീദാണെന്നും സുന്നത്താണെന്നും അത് പുണ്യകർമ്മമാണെന്നും പറഞ്ഞ ഇമാം നബവി പറഞ്ഞത് സ്വീകരിക്കണോ? ജാഹിലായ വിവരമില്ലാത്ത ഈ മൗലവി പറഞ്ഞത് സ്വീകരിക്കണോ? ഇതാണ് മുസ്ലിങ്ങളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. കഴിഞ്ഞില്ല. ഇമാം നബവി പറയുന്നു, വയസ്തശ്ഫിഉ ബിഹി, ആരംഭ റസൂലിനോട് ശഫാഅത്ത് തേടണം, അത് പുണ്യകർമ്മമാകുന്നു. മുജാഹിദുകൾ പുറത്തിറക്കിയ ഈ പുസ്തകത്തിൽ പറയുന്നതോ അത് വ്യക്തമായ ശിർക്കാകുന്നു. മുസ്ലിങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, മുസ്ലിമീങ്ങൾ ഏത് സ്വീകരിക്കണം? ലോക പ്രശസ്ത പണ്ഡിതൻ ഇമാം നബവി 100 കിതാബുകൾ എഴുതി. ഈ വൈജ്ഞാനിക ലോകത്തെ വെള്ളി നക്ഷത്രമായി പ്രശോഭിച്ച പണ്ഡിതൻ തന്റെ വൈജ്ഞാനിക സേവനത്തിനിടയിൽ വിവാഹം കഴിക്കാൻ വരെ മറന്ന മഹാനായ വലിയായ പണ്ഡിതൻ. സിറിയയിലെ നവ എന്ന് പറയുന്ന പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന, വലിയ മഖ്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ. ആ ഇമാം നബവി പറയുന്നു, അത് സുന്നത്താണ്, പുണ്യകർമ്മമാണ്. നമ്മളത് സ്വീകരിക്കണോ? ജാഹിലായ ഈ മൗലവി ശിർക്കാണെന്ന് പറയുന്നത് സ്വീകരിക്കണോ? ചോദിക്കാനുള്ളത് അതാണ്. എന്തിന് ലക്ഷക്കണക്കിന് ഹദീസ് പാണ്ഡിത്യമുള്ള മഹാൻ
സാക്ഷാൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയാമോ, കേരളത്തിലെ മുജാഹിദുകൾ തന്നെ മുമ്പ് പറഞ്ഞു ശാഫി ഇമാമിന് ഹദീസ് ലഭിച്ചിട്ടില്ലെന്ന്. 7ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സുവനീറിൽ അവരെ കൊണ്ട് പടച്ചവൻ എഴുതിപ്പിച്ചു ശാഫി ഇമാമിന്റെ കറാമത്ത്. ശാഫി ഇമാമിനു ശേഷം അതുപോലത്തെ ഒരു പണ്ഡിതൻ പിന്നെ ലോകത്ത് തന്നെ വന്നിട്ടില്ല. മുജാഹിദുകളെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ചു. ആ ശാഫി ഇമാമിന്റെ ചരിത്ര 1000 കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട കിതാബാണിത്. താരീഖു ബഗ്ദാദ്. ഹാഫിദ് ഖതീബുൽ ബഗ്ദാദി ഹിജ്റ 463 വഫാത്തായ പണ്ഡിതൻ തന്റെ ഈ ഗ്രന്ഥത്തിൽ ശാഫി ഇമാമിൽ നിന്ന് സനദ് സഹിതം രേഖപ്പെടുത്തി വെക്കുന്നു. എന്താ പറയുന്നത്? ഇമാം ഷാഫി ജനിക്കുന്നത് ഹിജ്റ 150-ലാണ്. ആ വർഷമാണ് ഇമാം അബൂ ഹനീഫ തങ്ങൾ വഫാത്താകുന്നത്. രണ്ടുപേരും തമ്മിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫി എന്ത് ചെയ്യുന്നു? മദ്ഹബിന്റെ ഇമാമുകളിൽ ഒന്നാമത്തെ വ്യക്തിയായ ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങളുടെ ജാറം മഖ്ബറ അതെവിടെയാണ്? ബഗ്ദാദിലാണുള്ളത്. ആ ബഗ്ദാദിലുള്ള ജാറത്തിലേക്ക് പോകുന്നു. അവിടെ പോയി ബറക്കത്തെടുക്കുന്നു. ഞാൻ പറയുകയല്ല, ശിഷ്യൻ പറയുന്നു. സമിഅ്തു ശാഫിഈ യഖൂൽ, ശാഫി ഇമാം പറയുന്നത് ഞാൻ കേട്ടു. ഇന്നി ലഅതബറകു ബി അബീ ഹനീഫത വഅജീഉ ഇലാ ഖബരിഹി. ഞാൻ അബൂ ഹനീഫ ഇമാമിന്റെ ജാറത്തിലേക്ക് പോകുന്നു. അവിടെ പോയി ഞാൻ ബറക്കത്തെടുക്കുന്നു. മഖ്ബറയിൽ പോയി ബറക്കത്തെടുക്കുന്നു. അത് തൗഹീദാണ്, ശിർക്കല്ല. ഇമാം ഷാഫി പറയുന്നു. ജാഹിലായ ഈ മൗലവി എഴുതി വെക്കുന്നതോ അത് ശിർക്കാകുന്നു. ഷാഫി ഇമാം ലക്ഷക്കണക്കിന് ഹദീസ് പാണ്ഡിത്യമുള്ള ഇമാം ഷാഫി പറഞ്ഞത് സ്വീകരിക്കണോ, അതല്ല ഈ മൗലവി പറഞ്ഞത് സ്വീകരിക്കണോ? എന്നിട്ട് ഷാഫി ഇമാം പറയുന്നത് എന്താ? എനിക്ക് വല്ല ആവശ്യവും നേരിട്ടാലോ ഞാൻ 2 റക്അത്ത് നിസ്കാരം നിർവഹിക്കും. ആ അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയിൽ ഞാൻ പോകും. നോക്ക് നിങ്ങൾ, 2 റക്അത്ത് നിസ്കരിച്ച് ഉദൂരി അസ്തജിബ് ലക്കും എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനോട് അവിടെ വെച്ചാണ് ചോദിക്കല്ല. പോകുന്നത് എങ്ങോട്ടാ? ജാറത്തിങ്കലേക്ക്, മഖ്ബറയിലേക്ക്. വജിഅ്തു ഇലാ ഖബരിഹി, അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയിൽ ഞാൻ പോകുന്നു. വസഅൽതുല്ലാഹൽ ഹാജത ഇൻദഹു, ആ ജാറത്തിങ്കലിൽ വെച്ച് ഞാൻ എന്റെ ആവശ്യ സഫലീകരണത്തിന് വേണ്ടി അവിടെ വെച്ച് ദുആ ചെയ്യുന്നു. ആരാത് പറയുന്നത്? ലക്ഷക്കണക്കിന് ഹദീസ് പാണ്ഡിത്യമുള്ള ഇമാമുൽ അഇമ്മ, ഇമാമുകളുടെ നേതാവെന്ന ഖ്യാതി നേടിയ ശാഫി ഇമാം പറയുന്നു. അങ്ങനെ ഞാൻ ജാറത്തിങ്ങളിൽ വെച്ച് ദുആ ചെയ്താൽ എന്റെ ഉദ്ദേശ്യം പൂവണിയാതിരുന്നിട്ടില്ല. ഷാഫി ഇമാം പറയുന്നത് തൗഹീദാണ്. കേരളത്തിലെ മുജാഹിദുകളുടെ ഇസ്ലാഹി മാസിക എഴുതുന്നതോ ഉദ്ദേശ സാഫല്യത്തിന് വേണ്ടി ജാറത്തിങ്കലിൽ പോകുന്നവൻ മുശ്രിക്കാണ്, കാഫിറാണ്, ജൂതരാണ്, ക്രിസ്ത്യാനിയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഏത് സ്വീകരിക്കണം? ഈ ജാഹിലായ മൗലവി പറഞ്ഞത് സ്വീകരിക്കണോ, അതല്ല ഇമാമുകളുടെ ഇമാം 10 ലക്ഷത്തോളം ഹദീസ് പാണ്ഡിത്യമുള്ള ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ, അവർ ചെയ്ത, അവർ അംഗീകരിച്ച, അവർ പഠിപ്പിച്ച കാര്യങ്ങൾ സ്വീകരിക്കണോ? ഇതാ മുസ്ലിങ്ങളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. 100 കിതാബുകൾ ഇവിടെ പറയാനുണ്ട്, സമയമില്ല സഹോദരന്മാരെ. അതുകൊണ്ട് പൂർവീകരൊക്കെ പഠിപ്പിച്ചത് അമ്പിയാക്കളെയും മൗലിയാക്കളുടെയും ജാറത്തിങ്കലിൽ പോകാം, അവിടെ പോയി സിയാറത്ത് ചെയ്യാം, തവസ്സുൽ ചെയ്യാം, ബറക്കത്ത് എടുക്കാം, അവിടെ പോയി ഇസ്തിഹാസ ചെയ്യാം, തശഫ്ഫുഅ് ചെയ്യാം, ശഫാഅത്ത് തേടാം. കുഴപ്പമില്ല, അത് സുന്നത്താകുന്നു. മുജാഹിദ് പറയുന്നതോ അത് ചെയ്യുന്നവൻ നരകത്തിലേക്ക് പോകും. എന്നാ നിങ്ങൾക്കറിയോ, നമ്മുടെ രാജ്യത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ പറയുന്നത് എന്താ? മുജാഹിദിന്റെ സക്കരിയ സലാഹി, അയാള് ബഹ്റൈനിൽ പോയി, മുജാഹിദിന്റെ നേതാവ് ബഹ്റൈനിൽ പോയി ഒരു പ്രസംഗം നടത്തി. അവര് ഞാൻ ബഹ്റൈനിൽ വിനീതരായ ഞാൻ ബഹ്റൈനിൽ പോയിട്ട് ഒരു മുഖാമുഖം നടത്തി. മുജാഹിദുകളുടെ നേതാക്കൾ എല്ലാവരും സദസ്സിൽ വന്ന്, ഇന്നത്തെ അവരുടെ സംസ്ഥാന നേതാവ് ശംസുദ്ദീൻ മൗലവി പാലത്ത് ഉൾപ്പെടെയുള്ള എല്ലാ മൗലവിമാരും മുന്നിൽ വന്ന് അവർ ഇരുന്നു. ചോദിച്ചു. ദീർഘസമയം, മണിക്കൂർ നീണ്ടുന്ന ഒരു മുഖാമുഖം നടത്തി ഞാൻ പോന്നു. അത് പോന്നപ്പോ സഹോദരന്മാരെ, ആ സന്ദർഭത്തിൽ അതിന് മറുപടി എന്നോണം രൂപത്തിൽ സക്കരിയ സലാഹിയെ കൊണ്ടൊരു മറുപടി, ഒരു മുഖാമുഖം അവർ മറുപടി നടത്തി. ആ മുഖാമുഖ മറുപടിയിൽ അദ്ദേഹത്തോട് ചോദ്യം. എന്താ ചോദിക്കുന്നത്? അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പോൾ സുന്നിയായ ഒരു പ്രവർത്തകൻ ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞല്ലോ യാക്കൂബ് നബിയുടെ മക്കൾ യാക്കൂബ് നബിനെ കൊണ്ട് ദ്വാരപ്പിച്ചു, അതെന്തേ അതിന്റെ ആവശ്യം? ഉദൂരി അസ്തജിബിനെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? എന്നോട് ചോദിച്ചോളൂ, അപ്പൊ നേരോട് ചോദിച്ചാൽ മതിയായിരുന്നില്ലേ? അതെന്തേ അവർ ഇവരെ കൊണ്ട് യാക്കൂബ് നബിയെ കൊണ്ട് ചോദിപ്പിച്ചത് എന്നാണ് ചോദ്യം. അതിന് അദ്ദേഹം നൽകുന്ന മറുപടി ഒന്ന് കേട്ടോളൂ നിങ്ങൾ. നിങ്ങൾ പറഞ്ഞല്ലോ, അള്ളാഹു ഏറ്റവും അടിമകളോട് അടുത്തവനാണ്,
അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാം. എന്തിന് പിന്നെ യഖ്നബിന്റെ മക്കള് പിന്നെ യഖ്നബിനെ ഇടയാളനാക്കി എന്നുള്ളതാണ് എന്റെ സംശയം. അള്ളാഹു ഏറ്റവും അടുത്തവനാണ്, അവനോട് തന്നെ നേരിട്ട് ചോദിച്ചുകൂടെ? പിന്നെ എന്തിനാണ് യാക്കൂബ് നബി ഇടയാളനാക്കിയത്? ഒരാൾക്ക് സ്വന്തം പ്രാർത്ഥിക്കുകയും ചെയ്യാം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. യാക്കൂബ് നബിന്റെ മക്കള് യാക്കൂബ് നബിയേക്കാൾ താഴ്ന്നവരാണ്. യാക്കൂബ് നബി അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുമായി ഏറ്റവും അടുത്തവരുമാണ്. അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് നമുക്കും അങ്ങനെ ആവശ്യപ്പെടാം. അതാണ് സുന്നികളായി ഞങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചോദ്യം ചങ്കിന് തറക്കുമ്പോ മറുപടികൾ വരും. അതാണ് ഞങ്ങൾ പറയണത്. ഇവർക്കൊന്നും പ്രമാണത്തെ കുറിച്ച് ഒരു കഥയില്ല, ആഫീസിൽ നിന്ന് കിട്ടുന്ന ഷീട്ടല്ലാത്ത ഒരു വിവരമില്ല. എന്തേ ഉദൂരി അസ്തജിബിലക്കുന്ന അവിടെയും ഖുർആനില്ലേ? എന്നോട് നിങ്ങൾ ചോദിക്കൂ, ഞാൻ നിങ്ങളെ ഖണ്ഡനാടിയേക്കാൾ അടുത്തവനാണ് എന്നൊക്കെയല്ലേ മുജാഹിദ് ചങ്ക് പൊട്ടിക്കാറുള്ളത്. അപ്പൊ എന്തേ ഈ ആയത്ത് അന്നുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അപ്പൊ മഹാത്മാക്കളും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരും അവർക്കൊരു സ്ഥാനമുണ്ട്. അതന്നെ ഞങ്ങളും ചെയ്യുന്നുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് ചുരുക്കം. ഒരു സംശയം മാത്രമാണ്, സ്ത്രീകളുടെ ജുമാസ്കാരത്തെ കുറിച്ചുള്ള വിധി എന്താണ്? സ്ത്രീകൾക്ക് ജുമാസ്കാരത്തെ കുറിച്ചുള്ള വിധി എന്താണ്? സ്ത്രീകൾക്ക് ജുമാ നിസ്കാരം എന്ന് പറഞ്ഞാൽ വീട്ടിൽ വെച്ച് നിർവഹിക്കാൻ പറ്റുന്ന സംഗതിയല്ല. ജുമുഅ എന്നൊക്കെ പറയുന്നത് അത് ജുമുഅ നടക്കുന്ന പള്ളിയിലേക്ക് പോകണം. ജുമുഅ നടക്കുന്ന പള്ളിയാണെങ്കിൽ അന്യ പുരുഷന്മാർ പങ്കെടുക്കുന്നതാണ്. കാരണം ജുമുഅയും ജമാഅത്തും ഒക്കെ സ്ത്രീകൾക്കുള്ളതല്ലല്ലോ, പുരുഷന്മാർക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമുഅ ജമാഅത്തുകളിലേക്ക് സ്ത്രീകൾ പുറപ്പെട്ടു പോകുന്നത് പാടില്ലാത്തതാണ്, ഹറാമാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തന്റെ അൽ ഫതാവൽ കുബ്ര എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 2ാമത്തെ വാല്യം 204ാമത്തെ പേജിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ തഖിയുദ്ദീൻ അൽ ഹിസ്നി തങ്ങൾ തന്റെ കിഫായത്തുൽ അഖിയാർ എന്ന ഗ്രന്ഥത്തിലും ഇതിനെ പല പണ്ഡിതന്മാരും ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഹറാമാണെന്നാ പറയുന്നത്? അല്ല, ഞാന് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ മുജാഹിദര കോളേജാണ് സംഭവം. അങ്ങനെ അവിടെ ജുമ നടക്കാൻ ഞാൻ അങ്ങനെ ഒരു ജുമക്ക് പോയതാണ്. അതെ, അതിന്റെ മറുപടിയാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞതല്ല, ഇന്നത്തെ കാലത്ത് ഫിത്നകളും ഫസാദുകളും വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി വളരെ വ്യക്തമായിട്ട് തന്നെ 4-5 പേജുകൾ ദീർഘമായി ഉപന്യസിച്ചുകൊണ്ട് അവസാനം പറഞ്ഞതെന്താ? സ്വവാബ്. അതുകൊണ്ട് സ്വവാബായ ശരിയായ അഭിപ്രായം അൽ ജസ്മു ബിത്തഹരീം, അങ്ങനെ ആ പുറപ്പെട്ടു പോകുന്നത് ഹറാമാണ് എന്ന് ഉറപ്പിച്ചു പറയലാകുന്നു. വൽ ഫത്വ ബിഹി, അതുകൊണ്ട് ഫത്വ നൽകലുമാകുന്നു എന്നാണ്. അങ്ങനെയാണ് അതിന്റെ നിയമം. അതുകൊണ്ടാണ് അത് എന്താ കാരണം എന്നറിയോ? ഈ സ്ത്രീകൾ ജുമുഅ ജമാഅത്തിൽ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാല് പരിശുദ്ധ ഖുർആൻ അത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഹദീസ് പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കണം. അള്ളാന്റെ ഖുർആനിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ 6000-ൽ ചില്ലാനം വരുന്ന ആയത്തുകളുണ്ട്. ഏതെങ്കിലും ഒരു ആയത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അന്യ പുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമുഅ ജമാഅത്തുകളിൽ സ്ത്രീകൾ പങ്കെടുക്കണമെന്ന് കൽപ്പിക്കുന്നതോ നിർദ്ദേശിക്കുന്നതോ ആയ ഒരൊറ്റ ആയത്ത് അള്ളാന്റെ ഖുർആനിൽ കാണാൻ കഴിയില്ല. ഒരായത്തിന്റെ തുണ്ടം ഇതുവരെ മുജാഹിദുകൾക്ക് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. പടപ്പുറവിൽ വല്ല മുജാഹിദുകളും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൊണ്ടുവരാം. ഞങ്ങൾ ചോദിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. അള്ളാന്റെ ദുനിയാവിൽ നിങ്ങൾക്കറിയോ, അന്യ പുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമുഅ ജമാഅത്തുകളിൽ സ്ത്രീകൾ പങ്കെടുക്കണമെന്ന് കൽപ്പിക്കുന്നതോ നിർദ്ദേശിക്കുന്നതോ പ്രോത്സാഹിപ്പിക്കുന്നതോ ആയ ഒരൊറ്റ ആയത്ത് അള്ളാന്റെ ഖുർആനിലില്ല. ഉള്ളത് പിന്നെന്താ മറിച്ച വിശദീകരിക്കാൻ സമയമില്ല. അള്ളാന്റെ ഖുർആനിൽ പള്ളി ഉണ്ടാക്കാൻ പടച്ചോനാ പറഞ്ഞത്. ആ പള്ളിയെ കുറിച്ച് പരാമർശിച്ചിടത്ത് ഖുർആനിൽ കാണാം, ലാ തഖും ഫീഹി അബദാ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാൽ. മറ്റൊരായത്തിൽ കാണാം, യുസബ്ബഹു ലഹു ഫീഹാ ബിൽ ഗുദൂബി വൽ ആസാൽ റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. പള്ളിയെ പരാമർശിച്ച 2 ആയത്തുകളാണ് ഞാൻ ഓതിയത്. ഇവിടെയൊക്കെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് റിജാലുൻ, പുരുഷന്മാരാകുന്നു പള്ളിയിലുണ്ടാവുക എന്നാണ്. എന്തേ അത് കാരണം? ഞാൻ ചോദിക്കല്ല, ഖുർആൻ വ്യാഖ്യാതാക്കൾ ചോദിക്കുകയാണ്. എന്താ അവർ ചോദിക്കുന്നത്? അവർ പറയുന്നു, ലിമ ഖുസ്സ റിജാലു ബിദ്ദിക്രി,
എന്തിയെ പുരുഷന്മാരെ മാത്രം പറഞ്ഞത്? പള്ളി പറഞ്ഞപ്പോ സ്ത്രീകളെ പറഞ്ഞില്ലല്ലോ, എന്തേ അതിന് കാരണം? മുഫസ്സിറുകൾ ചോദിക്കാണ്, അതിന് മറുപടി അവർ തന്നെ പറഞ്ഞു, ലിഅന്നഹു ലാ ജുമുഅത അലൻ നിസാഇ വലൽ ജമാഅതു ഫിൽ മസാജിദി. അതിനുള്ള കാരണം അവർക്ക് ജുമുഅ ഇല്ലല്ലോ, സ്ത്രീകൾക്ക് ജുമുഅ ഇല്ലല്ലോ. വലൽ ജമാഅതു ഫിൽ മസാജിദി, പള്ളികളിൽ വെച്ചുള്ള ജമാഅത്തും സ്ത്രീകൾക്കില്ലല്ലോ. അതുകൊണ്ടാണ് പള്ളി പറഞ്ഞിടത്ത് അല്ലാഹു സ്ത്രീകളെ പറഞ്ഞില്ല, ഖുർആനിൽ പുരുഷന്മാരെ മാത്രമേ പറഞ്ഞുള്ളൂ. ഈ ആശയം വ്യത്യസ്ത ഇബാറത്തുകളിലായി ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു മുഫസ്സിറല്ല, രണ്ടല്ല, 10 അല്ല, ഒരു ഡസനല്ല, 2 ഡസനല്ല. കേരളത്തിൽ ലഭ്യമാകുന്ന 40ഓളം തഫ്സീറുകൾ നോക്കിയപ്പോ അതിലൊക്കെ ഈ ആശയം കാണാൻ കഴിയും. അപ്പൊ എന്തേ അവർക്ക് ആർക്കും തിരിഞ്ഞില്ലേ മുജാഹിദ് പറഞ്ഞ ഈ ആശയം? ഇവർ ആഫീസിൽ ദാടി വെച്ച് 4 ആൾക്കാർ രംഗത്ത് വന്നിട്ട് സ്ത്രീകൾക്ക് ജമാഅത്തിനും പോകണമെന്ന് പറഞ്ഞ ഏത് മതമാണത്? റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ടോ? ഇല്ല. ഹദീസിലൊക്കെ ഉള്ളത് സ്ത്രീകൾ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയണം, വീടാണ് ഉത്തമം, വീടാണ് ഉത്തമം എന്ന ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി മുസ്ലിം പാരമ്പര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാൻ പറയല്ല, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആരാ? നമുക്കറിയില്ലേ, ഹിജ്റ 150 ജനിച്ചയാൾ, 1300 കൊല്ലം മുമ്പ് ജീവിച്ച ആൾ. സമസ്ത ഒന്നും ഉണ്ടായിട്ടില്ല, മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായിട്ടില്ല. അതിനു മുമ്പ് ഇമാം ഷാഫി എഴുതി വെച്ചു തന്റെ ശിഷ്യൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി. ഇമാം ഷാഫിയുടെ സ്വന്തം കിതാബാണിത്, ഇഖ്തിലാഫുൽ ഹദീസ്. എന്താ അതിൽ പറയുന്നത്? വഖദ് കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് സ്ത്രീകൾ ജുമുഅക്കോ ജമാഅത്തിനോ പുറപ്പെട്ടു പോയ ചരിത്രമില്ല. അതുകൊണ്ട് പെണ്ണുങ്ങൾ സ്ത്രീകൾ ജുമുഅക്കും ജമാഅത്തിനും പോകേണ്ടതില്ല. ഷാഫി ഇമാം പറയാണ്. എന്നിട്ട് അതിനൊരു പാരമ്പര്യം തെളിവുദ്ധരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്നു നിസാഉ മിൻ അഹ്ലി ബൈതിഹി വബനാതിഹി വഅസ്വാജിഹി വമൗലയാതിഹി വഖദമിഹി വഖദമി അഹ്ലി ബൈതിഹി. ആരംഭ റസൂലിന്റെ കൂടെ പ്രിയപ്പെട്ട ഭാര്യമാരുണ്ടായിരുന്നു, പെൺകുട്ടികളുണ്ടായിരുന്നു, സേവകരായ സ്ത്രീകളുണ്ടായിരുന്നു, അഹ്ലി ബൈത്തിൽപ്പെട്ടവരുണ്ടായിരുന്നു, അടിമ സ്ത്രീകളുണ്ടായിരുന്നു, പലരും ഉണ്ടായിരുന്നു. പക്ഷേ ഷാഫി ഇമാം പറയാ, ഫമാ അലിംതു മിൻഹുന്ന ഇംറഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅ. ഏതെങ്കിലും ഒരു സഹാബി വനിത, റസൂലിന്റെ ഭാര്യ, പെൺകുട്ടികൾ, വേണ്ടപ്പെട്ടവർ, ആശ്രിതരായ സ്ത്രീകൾ ഒരാളും തന്നെ ജുമുഅക്കോ ജമാഅത്തിനോ വേണ്ടി പുറപ്പെട്ടു പോയ ചരിത്രം എനിക്കറിയില്ല. ബാലനും രാമനും മുസ്ലിമാണ് എന്ന് പറഞ്ഞ മുജാഹിദ് മൗലവിയെ പോലത്തെ ജാഹിലുകളല്ല, 10 ലക്ഷത്തോളം ഹദീസ് പാണ്ഡിത്യമുള്ള വലിയ വലിയ ഇമാമുകൾ അവരാത് പറയുന്നത്. നോക്കുക, ചരിത്രമില്ല, പാരമ്പര്യമില്ല. എന്തിനിപ്പോ ഇതൊക്കെ പറയണം? ഞാൻ അറബിയൊക്കെ മാറ്റി വെക്കുക. മുജാഹിദുകൾക്ക് അറിയുന്നൊരു രേഖ പറയാം. എന്താ? കേരളത്തിൽ ഇസ്ലാം എത്തിയത് നമുക്കറിയില്ലേ? സ്വഹാബത്തിന്റെ കാലത്താണ്. ഞാൻ പറയല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിൽ തന്നെ കേന്ദ്രം പുറത്തിറക്കിയ പുസ്തകത്തിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വഹാബത്തിന്റെ കാലത്താണ് ഇസ്ലാം കേരളത്തിലെത്തിയത്. ശരി, ആ സ്വഹാബികൾ കേരളത്തിൽ എത്തിയിട്ട് അന്ന് ആരെങ്കിലും സ്ത്രീകളെ പള്ളിയിലേക്കും ജുമുഅക്കും ജമാഅത്തിനും കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ല. 1-ാം നൂറ്റാണ്ടിൽ കൊണ്ടുപോയോ? 2-ൽ ഇല്ല. 10 നൂറ്റാണ്ട് ഇല്ല. എന്നാ അത് കൊണ്ടുപോയത്? സ്വഹാബികൾ പ്രചരിപ്പിച്ച ഇസ്ലാമാണ് കേരളത്തിലുള്ളത്. 1350 കൊല്ലം കഴിഞ്ഞിട്ട് ആ സ്ത്രീകളെ ജുമുഅക്കും ജമാഅത്തിനും കൊണ്ടുപോകുന്ന സമ്പ്രദായം തുടങ്ങിയത്. 1300 കൊല്ലക്കാലം, 350 കൊല്ലക്കാലം സ്ത്രീകൾ ജുമുഅക്കും ജമാഅത്തിനും വേണ്ടി പുറപ്പെട്ടു പോയ ചരിത്രമില്ല. വളരെയേറെ പോയിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷേ ജുമുഅക്കും ജമാഅത്തിനും പോയി പുറപ്പെട്ട ചരിത്രമില്ല എന്ന് ഞാൻ പറയല്ല. മുജാഹിദിന്റെ പത്രമാണ്, പുടവ മാസികയാണ്, സ്ക്രീനിൽ കാണാ. കണ്ടോ ഈ പാദധന്യം? പുടവ മാസികയിൽ മുജാഹിദുകൾ എഴുതുന്നു, കേരളത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ആരാധനാ കർമ്മങ്ങളിൽ പങ്കെടുത്ത 2 മുസ്ലിം വനിതകളെ ഇവിടെ പരിചയപ്പെടുക. ആദ്യമായി പോയത് ഈ 2 വനിതകളാ. ഏതാ ഈ 2 വനിത? ഒന്ന് വെള്ളാറമ്പാറ ഖദീജ കുട്ടി, മറ്റൊന്ന് PK ആമിന. ഖദീജ ബീവിയല്ല, ആമിന ബീവിയല്ല. മലപ്പുറം ജില്ലയിലെ, നമ്മുടെ ജില്ലയിലെ ഇടവണ്ണക്കടുത്ത ഒതായി എന്ന് പറയുന്ന പ്രദേശത്തുള്ള അവിടെയുള്ള 2 മുജാഹിദ് സ്ത്രീകളാ. ഇത് പോയതെന്നാ? സ്വഹാബത്തിന്റെ കാലത്തല്ല, താബിഈങ്ങളുടെ കാലത്തല്ല. 10 ദശകങ്ങൾ പിന്നിട്ട് സഹോദരന്മാരെ, 10 നൂറ്റാണ്ടും പിന്നിട്ട്, 1350 കൊല്ലം കഴിഞ്ഞിട്ട്. എന്താ കേൾക്കുന്നത്? പാരമ്പര്യമുണ്ടോ മുജാഹിദുകൾക്ക്? ഇതാരാ കൊണ്ടുപോയത്? മുജാഹിദ് പള്ളിയിലേക്ക് മുജാഹിദ് സ്ത്രീകളെ മുജാഹിദ് മൗലവിമാർ കൊണ്ടുപോയി.
ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ, കേരളത്തിൽ മുജാഹിദുകൾ ഉണ്ടായതെന്നാണെന്നറിയോ? 920കളിലാണ്. എന്തിനുണ്ടായത്? കുറെ സുന്നി പണ്ഡിതന്മാര് കുറെ സുന്നത്തുകളെ കുഴിച്ചു മൂടിയിരിക്കുന്നു, അതൊക്കെ ജീവിപ്പിക്കാൻ വേണ്ടിയാണ് രംഗത്ത് വന്നത് എന്ന് പറഞ്ഞിട്ടാണ് മുജാഹിദ് വന്നത്, അല്ലേ? ആണ്. എന്നിട്ടോ 920 സ്ത്രീകളെ ജുമാഅത്തുൽ ജമാഅത്തിന് കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ല. 25 ഇങ്ങനെ സുന്നത്തുണ്ടോ? ഇല്ല. 30 ഇത് നിർബന്ധമാണെന്ന് വാദമുണ്ടോ? ഇല്ല. 35 മുജാഹിദ് പണ്ഡിതന്മാർ ഇങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല. 40 പോയിട്ടുണ്ടോ? പോയിട്ടില്ല. 1920 രൂപീകരിച്ച മുജാഹിദ് പ്രസ്ഥാനം ദീർഘമായ 30 കൊല്ലത്തോളം സ്ത്രീകളെ ജുമാഅത്തുൽ ജമാഅത്തും കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പിന്നെയോ 1940-കൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സംഗതിയുമായി രംഗത്ത് വന്നതാരാ? മുജാഹിദ് നേതാവ് MCC അഹമ്മദ് മൗലവി. എന്താ പറഞ്ഞത്? സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ ജുമാക്ക് പോകാൻ നിർബന്ധമാണ്. എങ്ങനെയുണ്ട്? അപ്പോ അതിന് എതിർത്തത് ആരാ? നമ്മളല്ല, സമസ്തയുടെ നേതാവല്ല, കണ്ണിയത്ത് ഉസ്താദല്ല, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയായിരുന്നില്ല, താജുൽ ഉലമ ഉള്ളാത്തങ്ങളല്ല, ശൈഖുന കാന്തപുരം ഉസ്താദല്ല. ആദ്യം എതിർത്തത് ആരാന്നറിയോ? മുജാഹിദ് നേതാവ് K ഉമർ മൗലവി, പണ്ഡിത സഭയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. അൽമനാറാണ് എന്റെ കയ്യിൽ. ജനാബ് MCC അഹമ്മദ് മൗലവിയുടെ പുതിയ വാദങ്ങൾ എന്ന് പറഞ്ഞു ഉമർ മൗലവിയാണ് ഇതിനെ എതിർത്തത്, ഞങ്ങളല്ല. സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് ജുമാക്ക് പോകാൻ നിർബന്ധമില്ല എന്ന് പോകട്ടെ, സുന്നത്തുണ്ടെന്ന് മൗലവി വാദിച്ചു കഴിഞ്ഞു. സുന്നത്തുണ്ടെന്ന് ഇമാമുകളുടെ കിതാബുകളെ കൊണ്ട് തെളിയിച്ചു തരാൻ കഴിയുമോ? വെല്ലുവിളിക്കാൻ ഉമർ മൗലവി മുജാഹിദിന്റെ പത്രം അൽമനാറിലൂടെ. അന്നൊന്നും സുന്നത്തില്ല. എത്രത്തോളം ഉമർ മൗലവി എഴുതിയത് നിങ്ങൾ കേട്ടോളൂ. വളരെ പ്രതിബന്ധങ്ങൾ ഉള്ളവരാണവർ. ചിലപ്പോൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആർത്തവം ഉണ്ടായെന്ന് വരാം. മുജാഹിദിന്റെ ഉമർ മൗലവി എഴുതുക, ഇത് കേട്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആർത്തവം കെട്ട് വരും. അത് പള്ളിയിൽ വെച്ചായാൽ പള്ളി വൃത്തികേടാവും എന്ന് മാത്രമല്ല, ആ നാണക്കേട് സഹിക്കാൻ അവർക്ക് കഴിയുകയുമില്ല. അവർ അത്രയും അബലകളും ചപലകളുമാകുന്നു. ഉമർ മൗലവിന്റെ സാഹിത്യ. അന്ന് ഉമർ മൗലവി പറഞ്ഞു അങ്ങനെ പുണ്യകർമ്മമില്ല, നിർബന്ധമില്ല, സുന്നത്തുമില്ല, ഒന്നുമില്ല. നോക്കുങ്ങൾ. പിന്നെ മുജാഹിദുകൾക്ക് ഈ മുജാഹിദ് പെണ്ണുങ്ങളില്ലാതെ പള്ളിയിലേക്ക് പോയാൽ ശരിയാവില്ല എന്നുള്ള തീരുമാനമായത്. പിന്നെ പുണ്യകർമ്മാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ ചോദ്യം ചെയ്തു, മറുപടിയില്ല. ചേലേമ്പറക്കടുത്ത് രാമനാട്ടുകരക്കടുത്ത് പൈങ്ങോട്ടൂർ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് വെച്ച് സഹോദരന്മാരെ നിങ്ങൾക്കറിയോ, 1998 9/2/98 പൈങ്ങോട്ടൂരിൽ വെച്ച് TK മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ ഒരു കെട്ടിടത്തിൽ വെച്ച് ഞങ്ങൾ ഒരുമിച്ചുകൂടി. സുന്നി മുജാഹിദ് സംവാദത്തിന് വേണ്ടി ഒരുമിച്ചുകൂടി വ്യവസ്ഥ എഴുതാൻ. മുജാഹിദ് പക്ഷത്ത് അന്ന് പിളർന്നിട്ടില്ല. മുജാഹിദ് പക്ഷത്തിന്റെ വലിയ കൊലകൊമ്പൻ നേതാക്കളുണ്ട്. CP ഉമർ സുല്ലമയുണ്ട്, M അബ്ദുറഹ്മാൻ സലഫിയുണ്ട്, അബ്ദുൽ ലത്തീഫ് കരുമ്പലാക്കലുണ്ട്, കുഞ്ഞാലൻകുട്ടി മദൻ, എല്ലാവരും ഉണ്ട്. സുന്നി പക്ഷത്തിന് ഞങ്ങൾ പ്രവർത്തകർ അലവി സക്കാഫി കൊളത്തൂർ, അബ്ദുറഹ്മാൻ ദാരിമി, അബ്ദുൾ റഷീദ് സക്കാഫി, ഞങ്ങളും അണിനിരന്നു. എന്നിട്ട് സംവാദ അതിന് ചർച്ചക്ക് വന്നു. അല്ല, സ്ത്രീകൾ ജുമാഅത്തുൽ ജമാഅത്തിന് പോകണമെന്നാണ് നിങ്ങൾ വാദിക്കുന്നത്. ശരി, എങ്കിൽ ആ പോകുന്നതിന്റെ വിധി എന്താണ് ഞങ്ങൾ ചോദിച്ചു. അതിന്റെ ഹുക്കം ഉണ്ടാവുമല്ലോ, ഒന്നുകിൽ ഹറാം, അല്ലെങ്കിൽ വാജിബ്, അല്ലെങ്കിൽ സുന്നത്ത്, അല്ലെങ്കിൽ കറാഹത്ത്, അല്ലെങ്കിൽ മുബാഹ്. ഇതിലേതാണെന്ന് ചോദിച്ചു. മുജാഹിദ് നേതാക്കൾ പറഞ്ഞു അത് അനുവദനീയമാകുന്നു, ജായിസാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജായിസ് എന്നതൊരു ഹുക്കുമല്ല. ജായിസ് എന്ന് പറഞ്ഞാൽ അത് വാജിബിനെ കുറിച്ച്, സുന്നത്തിനെ കുറിച്ച്, കറാഹത്തിനെ കുറിച്ച്, മുബാഹിനെ കുറിച്ച് ഒക്കെ വാജിബ് എന്ന് പറയാം. അതുകൊണ്ട് ഹുക്കുമ് പറയണം എന്ന് പറഞ്ഞു. ദീർഘനേരത്തെ വാഗ്വാദങ്ങൾക്ക് ശേഷം അബ്ദുറഹ്മാൻ സലഫി എഴുന്നേറ്റ് പറഞ്ഞു അത് മുബാഹാകുന്നു. മുബാഹ് എന്ന് പറഞ്ഞാ എടുത്താ കൂലിയില്ല, ഉപയോഗിച്ച ശിക്ഷയില്ല. ഞാൻ പറഞ്ഞു പോരാ, എഴുതി തരണം എന്ന് പറഞ്ഞു. അവരെ കൊണ്ട് എഴുതിപ്പിച്ചു ഞങ്ങൾ. ഇതിൽ പറഞ്ഞു അത് മുബാഹാകുന്നു. മുബാഹ് എന്ന് പറഞ്ഞെന്താ? ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുന്ന മാതിരിയുള്ള പരിപാടി. എനിക്ക് വേണമെങ്കിൽ പച്ചവെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ചുടുവെള്ളം കുടിക്കാം, കുടിക്കാതിരിക്കുകയും ചെയ്യാം. ഇങ്ങനത്തെ ഒരു പച്ചവെള്ളം പരിപാടിയാണ് സ്ത്രീകളെ ജുമുഅത്തുൽ ജമാഅത്തിന് കൊണ്ടുപോകുന്നത് എന്നാണ് അന്ന് മൗലവിമാര് പേരെഴുതി ഒപ്പിട്ട് ഞങ്ങളുടെ മുമ്പിൽ കുമ്പസരിച്ചു പോയത്. അറിയോ നിങ്ങൾ? അന്ന് ഇത് സുന്നത്തുല്ല, മുബാഹാണത്രേ. അപ്പൊ ഇതാണ് പ്രമാണങ്ങളെ കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല.
ഇതിനു വേണ്ടിയാ മുജാഹിദുകൾ ഈ ഒരു പച്ചവെള്ളം കുടിക്കുന്ന പരിപാടിക്ക് വേണ്ടിയല്ലേ നമ്മുടെ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്? ഇന്നിപ്പോ മുജാഹിദ് അവിടെ നിന്നൊക്കെ പോയി. ഇന്നിപ്പോ പള്ളിയിലേക്ക് പോകേണ്ട പോലെ എങ്ങനെയെന്നുള്ള വിഷയത്തിലാ ചർച്ച. നിങ്ങൾ കേട്ടോ, മുജാഹിദിന്റെ വലിയ സുല്ലമിയോടൊരു ചോദ്യം. എന്താ? അന്യ സ്ത്രീകൾക്ക് ബൈക്കിൽ യാത്ര ചെയ്യാമോ? ഉടമ മാസികയാണ് എന്റെ കയ്യിൽ, നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം. ബൈക്കിൽ യാത്ര ചെയ്യാമോ? എന്താ ചോദ്യം പ്രസക്താണ്. സജീവ പ്രവർത്തകരായ അയ്യൽസുകാരൻ ഗൾഫിലേക്ക് പോയ ഭാര്യക്ക് പിന്നെ അവൾക്ക് പള്ളിക്ക് പോയിട്ടില്ല ഒരു ആശ്വാസം ഉണ്ടാവില്ല. മൗലവി അടക്കം കാണേണ്ടി വരും. അപ്പൊ നോക്കുമ്പോ വയസ്സായ അമ്മോശൻ അമ്മായിമ്മ ഓല തടിയോട് നിൽക്കാൻ പറ്റില്ല, പിന്നല്ലേ ഓല പള്ളിയിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അവരെന്ത് തീരുമാനിച്ചു? അവള് തീരുമാനിച്ചു വീട്ടിലുണ്ട് സജീവ അയ്യസുകാരൻ, അവൾക്ക് ബൈക്കുണ്ട്, ആ ബൈക്കിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യാമോ എന്നാ ചോദ്യം. നല്ല ചോദ്യം. ഉമ്മു അബ്ദില്ല വടകര എന്നാ ചോദ്യം. അപ്പൊ മുജാഹിദിന്റെ സുല്ലമി കൊടുക്കുന്ന മറുപടി എന്താ? അതാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്താ എന്നാൽ ദീർഘമായ മറുപടി. ഇസ്ലാം നിർദ്ദേശിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് അന്യ പുരുഷന്റെ കൂടെ ബൈക്കിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല. എങ്ങനെയുണ്ട്? അന്യ പുരുഷന്മാർക്ക് ബൈക്ക് ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഈ അന്യ സ്ത്രീക്ക്, യുവതിയായ സ്ത്രീക്ക് ഇരുന്ന് യാത്ര ചെയ്യുന്നത് കുഴപ്പമില്ല. ഫത്വ എങ്ങനെയുണ്ട്? ബൈക്കുള്ള ചെറുപ്പക്കാർ ശ്രദ്ധിച്ചോളി. മുജാഹിദ് പള്ളിന്റെ മുന്നിൽ കൂടെ പോകുമ്പോ പെണ്ണുങ്ങൾ ചാടി കയറിയേക്കാം, പടക്കം കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഒരു പ്രശ്നം വരും. ബൈക്കിന്റെ പിന്നിൽ ഇരിക്കുമ്പോ, ബാക്കിലല്ലേ ഇരിക്കുന്നത്, ബാക്കിൽ ഇരിക്കുമ്പോ ഈ ബാലൻസ് ക്ലിയർ ആവണമെങ്കിൽ മുന്നിലുള്ള ആളെ പിടിക്കേണ്ടി വരും. പുരുഷന്മാരായ നമ്മളിരിക്കും പോലെ പെണ്ണുങ്ങൾക്ക് ഇരിക്കാൻ കഴിയില്ലല്ലോ. ഒരു കാലം അങ്ങോട്ട് ഒരു കാലം ഇങ്ങോട്ട് ഇരുന്നാൽ നമ്മളിരുത്ത റെഡിയായി, പിന്നെ പിടിച്ചില്ലെങ്കിലും ബാലൻസ് ക്ലിയറാ. സ്ത്രീകൾക്ക് അങ്ങനെ ഇരിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും, എല്ലാവർക്കും അറിയാലോ. അപ്പൊ സ്ത്രീകൾ രണ്ടു കാലം മുന്നിൽ കിട്ടി ഇരിക്കേണ്ടി വരും. ഇരിക്കുമ്പോ വണ്ടിയിൽ ഓടുമ്പോ പെണ്ണ് നേരത്തെ വികാതിരിക്കണമെങ്കിൽ മുന്നിൽ പിടിക്കേണ്ടി വരും. ആ പുടുത്തം തന്നെ വരല എവിടെയെന്ന് ഞാൻ പറയുന്നില്ല. ആ കോലത്തിലാ സംഗതി. അപ്പൊ മുജാഹിദ് സുല്ലമി കണ്ടറിഞ്ഞ് ഫത്വ കൊടുക്കുകയാണ്. നോക്കുക, എന്നാൽ പരിസരം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കേണ്ടതാകുന്നു. പരമാവധി ഒക്കെ ശ്രമിക്കാം. പിന്നെ ബൈക്കാട് പോകുമ്പോ അടക്കി പിടിക്കാൻ അത് കാര്യമാക്കണ്ട. എങ്ങനെയുണ്ട്? മുജാഹിദിന്റെ പുടവ മാസികയിൽ സുല്ലമി നൽകുന്ന ഫത്വയാണ്. നിഷേധിക്കണ്ട. 100 കണക്കിന് ചേരികളിൽ മുജാഹിദിന്റെ കൊത്തളകളിൽ പോയി വായിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്നിട്ട് പറയുന്ന ഒരു നിബന്ധന ഉണ്ട്. അവർ പറഞ്ഞത് കേട്ടോളൂ. ഇതിൽ പറയുന്നത് എന്താ? ഒരു നിബന്ധന പറയാം. സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും 24 മണിക്കൂറിന്റെ ഉള്ളിൽ പെണ്ണിനെ തിരിച്ചേൽപ്പിക്കേണ്ടതാകുന്നു. ചെറുപ്പക്കാരുടെ യുവതിയായി കൂടി ബൈക്കിന്റെ പിന്നിൽ ഓടിന് കുഴപ്പമില്ല. പക്ഷെ 24 മണിക്കൂറിന് പിന്നെ ഒരു സെക്കൻഡ് അങ്ങോട്ടാകാൻ പാടില്ലേ? അപ്പൊ തൗഹീദിനെതിരാവുമ്പോൾ ശ്രദ്ധിക്കണം. ഏത് 24 മണിക്കൂർ ഓളേറ്റ് വിലസ ഒരു കുഴപ്പമില്ല. നിങ്ങൾ പറയും ഈ ജാതി ഫത്വ കൊടുത്താൽ മുജാഹിദിൽ ആള് കൂടൂലേ? നിങ്ങൾ പറയല്ലോ മുജാഹിദിൽ ആള് കൂടാൻ പോലെ. നിങ്ങൾ ഈ പറഞ്ഞില്ല എന്നാൽ അയാൾ മുജാഹിദിന് കൂടിയും ആകൂലെ ഈ ജാതി ഫത്വ കൊടുത്താൽ? മുജാഹിദിന് ജനങ്ങൾ ഈ ജാതി ഫത്വക്ക ജനങ്ങൾ മുജാഹിദിന് കൂടും. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇത് ഏതാ മതം? 24 മണിക്കൂർ ഒരു പെണ്ണിനെയും കൊണ്ട് റൗണ്ട് ചുറ്റാൻ ഒരു കുഴപ്പമില്ല. ഒരു സെക്കൻഡ് അങ്ങോട്ട് നീങ്ങരുത് എന്ന് പറയണ മതേതാ? ഞങ്ങൾക്ക് തിരിണില്ല. ബല മതേതാ? ബല നബിയാരാ? എന്താ അതിന്റെ പേര്? ഞങ്ങൾക്ക് അറിയാത്തോണ്ട് ചോദിക്കുക. ഒരു ചെറുപ്പക്കാരൻ ഒരു യുവതിയെ കിട്ടിയ 24 മണിക്കൂർ വേണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ബല എവിടുന്നാ വരുന്നത്? ഒരു കഥയില്ല. തലന്റെ ഉള്ളിൽ കളിമണ്ണ് മാത്രമല്ല കുപ്പിച്ചില്ലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. ആ ജാതി വർഗം ഒരന്തെന്ന് പറഞ്ഞത് അടുത്തുകൂടെ പോയിട്ടില്ല. സഹോദരന്മാരെ, അപ്പൊ ഞാൻ പറയുന്നത് ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം, ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനം. നമ്മളാരും അതിൽ പെട്ടുപോകരുത്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അങ്ങനെയാണെങ്കിൽ സുന്നി മദ്രസകളിൽ ഇപ്പോൾ സ്ത്രീകള് പുരുഷന് കീഴിൽ തറാവീഹ് നിസ്കാരത്തിന് പങ്കെടുക്കുന്നുണ്ട്. അതിനെ കുറിച്ച് മനസ്സിലായില്ല? സുന്നി മദ്രസകളിൽ തന്നെ കുട്ടികൾ പങ്കെടുക്കുന്നതാണ് കുഴപ്പമില്ല. വിദൂര ഭാഗത്തിൽ നിന്നൊക്കെ നിസ്കാരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സ്ത്രീകൾ പുറപ്പെട്ടു വന്നുകൊണ്ടുള്ള തറാവീഹ് പാടില്ലാത്തതാണ്. അതേ അവസരത്തിൽ ഒരു വീട്, അതിന്റെ പരിസരത്തുള്ള വീട്ടുകാർ, പെണ്ണുങ്ങൾ, സ്ത്രീകൾ മാത്രമൊക്കെ ഇങ്ങനെ സാധാരണഗതിയിൽ പൊന്നാനിയിലൊക്കെ മഖ്ദൂം തങ്ങളുടെ നേതൃത്വത്തിലൊക്കെ നടന്നിരുന്നു. അതിന് കുഴപ്പമില്ല. അല്ലാതെ പള്ളിയിലേക്ക് വരുന്നത് പോലെ പുറപ്പെട്ടു വരുന്ന പരിപാടി ഗുണകാംക്ഷയല്ല. ആരംഭ റസൂൽ പറഞ്ഞത് ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, നിസ്കരിക്കാൻ അവർക്ക് അവരുടെ വീടുകളാണ് ഉത്തമം എന്ന് തന്നെയാണ്. യാതൊരു സംശയവുമില്ല. ജുമ നിസ്കരിച്ചിട്ടില്ല എന്ന് വാസ്തവം. ഉറപ്പം ഞാൻ ഒരു ജുമയൊക്കെ ഇങ്ങനെ ഖുതുബയിൽ പറഞ്ഞത് മുജാഹിദ് ഖുതുബക്ക് പോയിട്ടില്ലാന്നോ? ജുമ നിസ്കരിച്ചതായിട്ട് അവർ തെളിവ് വ്യക്തമാക്കി. ഞങ്ങൾക്ക് വേണം. ഷാഫി ഇമാമല്ല വെല്ലുവിളി. അതിലപ്പുറത്താ ഞങ്ങൾക്ക്. ഞങ്ങളാരാ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ കിതാബാണ്, സ്വന്തം കിതാബാ. ഷാഫി ഇമാമ് പറയാം, റസൂലിന്റെ ഭാര്യമാർ നമ്മളെ ഭാര്യമാരെ പോലല്ലോ. നമുക്ക് ഒരു ഭാര്യ, ഏറിയ വലിയ പോലാളിക്ക് കെട്ടാൻ പറ്റിയ 4 ഭാര്യ. റസൂലുള്ളാഹി തങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ, ഒരു ഡസനോളം ഭാര്യമാരുണ്ട്. ഒരു ഭാര്യയും ജുമാഅത്തും ജമാഅത്തിനും പുറപ്പെട്ടു പോയിട്ടില്ല എന്ന് ഷാഫി ഇമാമ് പറയാം.
മുജാഹിദ് പറയാത്ര പോയിട്ടുണ്ട്. എന്നാ പിന്നെ നമ്മൾ ഏതാ സ്വീകരിക്കേണ്ടത്? ഷാഫി ഇമാമ് പറഞ്ഞ് സ്വീകരിക്കണോ, ജാഹിലായ മൗലവി പറഞ്ഞ് സ്വീകരിക്കണോ? ആർക്കും അതിന് സംശയമുള്ളത്? ഷാഫി ഇമാമ് ധരിച്ച കാലിന് ധരിച്ച ചെരുപ്പിന്റെ ചുവട്ടിലുള്ള മണ്ണെടുക്കാനുള്ള യോഗ്യത കേരളത്തിലെ മുജാഹിദ് മൗലവിമാർക്കുണ്ടോ? ബാക്കി പിന്നല്ലേ. എന്നിട്ട് അവര് ഷാഫി ഇമാമിനെ കടത്തി വിട്ട് നിങ്ങൾക്ക് വല്ല കാറ്റുണ്ടോ? പിന്നെ വേറെ വല്ലതും പറഞ്ഞു. ഞാനൊരു ഉറച്ച സുന്നി ആശയക്കാരനാണ്. എന്നാൽ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനക്കാരുടെ പ്രസംഗങ്ങളും അതുപോലെ അവരുടെ ലേഖനങ്ങൾ വായിക്കുകയും വീക്ഷിക്കുകയും എല്ലാം ചെയ്യലുണ്ട്. ഈ അടുത്ത് സക്കരിയയുടെ ഒരു പ്രസംഗം കേട്ടപ്പോൾ അതിൽ നിന്നും ഒരു പ്രസക്തമാണെന്ന് തോന്നിയ ഒരു സംശയം ഉണ്ടായതുകൊണ്ട് അതുപോലെ കുറച്ച് സംശയങ്ങളും ഉണ്ടായി. അൽഹംദുലില്ലാഹ് ഉസ്താദിന്റെ വിശദീകരിച്ചുകൊണ്ടുള്ള മറുപടികളിൽ ഒരുപാട് സംശയങ്ങൾ നീങ്ങിയിട്ടുണ്ട്. ഒന്ന് രണ്ട് സംശയങ്ങൾ ഉണ്ട്. അത് ഞാൻ ചോദിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളായ പെൺകൊടികളെ നിങ്ങൾ പള്ളികളെ തൊട്ട് തടയരുത് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി ഹദീസിലൂടെ പറഞ്ഞിട്ടുണ്ട്. സക്കരിയ സലാഹി പറയുകയാണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന അടിസ്ഥാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനം സ്ത്രീകളോട് പള്ളിയിൽ പോകുവാൻ ആവശ്യപ്പെടുകയാണ്. എന്നാൽ അത് ഹറാമാണെന്നും അതേപോലെ തന്നെ മലപ്പുറം സലാത്തിലേക്ക് പുറപ്പെടൽ അതിന് പ്രത്യേകം അനുവാദം സമസ്ത കേരള പണ്ഡിതന്മാർ നൽകുകയും ചെയ്യുകയാണ് എന്നും അതുപോലെ തന്നെ ഇത്രയും കാലമായിട്ടും സലഫി പ്രസ്ഥാനത്തിൽ ഒരു സ്ഥലത്ത് പോലും സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നും സക്കരിയ സലാഹി പ്രസംഗിക്കുന്നതായി ശ്രവിക്കാൻ സാധിച്ചു. എന്നാൽ മലപ്പുറം സലാത്ത് കഴിഞ്ഞ് സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം കൂടിക്കലർന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അത് ഇസ്ലാമികവും സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നത് അനിസ്ലാമികവുമാണോ എന്ന ചോദ്യം മനസ്സിൽ തട്ടി. അത് വ്യക്തമായ വിശദീകരണം ഉസ്താദിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലർന്നത് മലപ്പുറം സലാത്തിൽ നടക്കുന്നു, എന്നാൽ അതുപോലെ ഈ സലഫി പ്രസ്ഥാനത്തിൽ ഇതുവരെയും നടന്നിട്ടില്ല എന്നും അദ്ദേഹം പ്രത്യേകം പറയുന്നു. മനസ്സിലായി. ഇത്ര നേരം ഉസ്താദ് വിശദീകരിച്ച് സ്ത്രീകൾ പള്ളിയിലേക്ക് ജമാഅത്തിന് പോകേണ്ടതില്ല. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മൗലവിമാർ ഉന്നയിക്കുന്ന ഒരു സംശയമാണ്, അങ്ങനെയാണെങ്കിൽ ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ് എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ എന്നാണ് ചോദ്യം. എന്താണ് ഹദീസിലുള്ളത്? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾ പള്ളിയെ തൊട്ട് തടയരുത് എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം എന്ന് മുജാഹിദുകൾ പറയുകയും ചെയ്യും. അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ ജുമുഅക്കും ജമാഅത്തിനും പോകുന്നതിനും തൊട്ട് തടയാതെ അവരതിന് പറഞ്ഞയക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇതാണ് ചോദ്യത്തിന്റെ അകത്തുക. ഈ ഹദീസിന് എന്താണ് മറുപടി? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നേരത്തെ ഉസ്താദ് ഉദ്ധരിച്ച കിതാബിന്റെ അതേ കിതാബിൽ തന്നെ അതിന്റെ തൊട്ടടുത്ത വരികളിലൂടെ പറയുന്നുണ്ട്, ഈ ഹദീസിന്റെ അർത്ഥം എന്താണ്? എല്ലാ പള്ളികളിലേക്കും സ്ത്രീകൾ പറഞ്ഞയച്ച് ലോകത്ത് നടക്കുന്ന സർവ്വ ജുമുകളിലും ജുമുഅകളിലും ജമാഅത്തുകളിലും സ്ത്രീകൾ പങ്കെടുക്കട്ടെ എന്നാണോ ഇതിന്റെ അർത്ഥം? അങ്ങനെയല്ല. പിന്നെന്താ ഹദീസിന്റെ അർത്ഥം? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, സ്ത്രീകളെ നിങ്ങൾ എല്ലാ പള്ളികളെ തൊട്ടും തടയരുത്, എല്ലാ പള്ളികളെ തൊട്ടും തടയരുത്. എന്താണ് അത്? ഈ നഹ്വിയ പിന്നെ ചെറിയ കിതാബുകൾ പഠിച്ച ആളുകൾക്കറിയാം, മസാജിദ് എന്ന് പറഞ്ഞത് മുന്തഹൽ ജമാണ്. അപ്പൊ ഈ മുന്തഹൽ ജമ എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് ഇനി ജമയില്ല. അപ്പൊ എല്ലാ പള്ളികളെ തൊട്ടും സ്ത്രീകളെ തടഞ്ഞാൽ എന്ത് വരും? നമുക്കറിയാം, ഹജ്ജ് ചെയ്യാൻ നിർബന്ധമാകുന്ന അവസരത്തിൽ സ്ത്രീകൾ ഹജ്ജിന് വേണ്ടി പോയാൽ അവിടെ പിന്നെ മസ്ജിദുൽ ഹറാമിലേക്ക് കടക്കേണ്ടി വരും. മസ്ജിദുൽ ഹറാമിലേക്ക് കടക്കേണ്ടി വരുന്ന സമയത്ത് പള്ളിയെ തൊട്ട് തടയണമെന്നുണ്ടല്ലോ. അപ്പൊ പള്ളിയിൽ കടക്കാൻ പാടില്ല, ഹറാമാണ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് ജമീൽ മുടങ്ങുമല്ലോ. അതുകൊണ്ട് എല്ലാ പള്ളിയെ തൊട്ടും തടയണമെന്ന് തടയരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മസ്ജിദുൽ ഹറാമിലേക്ക് ഹജ്ജിന് വേണ്ടി പോകുന്ന സമയത്ത് ആ മസ്ജിദുൽ ഹറാമിലേക്ക് കടക്കേണ്ടി വരും, അത് നിങ്ങൾ തടയരുത്. അപ്പൊ അത്തരം ഒരു ആശയങ്ങളാണ് ഈ സാധാരണ മൗലവിമാരെ പറയുന്ന ഹദീസുകളിലുള്ളത്. ഇനി മാത്രമല്ല, ഇനി നോക്കൂ, ഈ ഹദീസ് തന്നെ വിശദീകരിച്ചിട്ട് ഇബ്നു തൈമിയ്യ, ലോകത്തുള്ള മുജാഹിദുകളുടെ ഒക്കെ നേതാവ്, അദ്ദേഹം ഈ ഹദീസ് കൊണ്ടുവന്നിട്ട് അതിന്റെ ബാക്കി ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, വബുയൂതുഹുന്ന ഖൈറുൻ ലഹുന്ന, ഇങ്ങനെയൊക്കെയാണെങ്കിലും സ്ത്രീകൾക്ക് ഉത്തമം വീട് തന്നെയാണ്. അതുകൊണ്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകണമെന്ന് ആ ഹദീസിലില്ല. മാത്രമല്ല, നോക്കൂ നിങ്ങൾ, ഈ ഹദീസ് കൊണ്ടുവന്ന ആളാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു.
ഈ ഹദീസ് കൊണ്ടുവന്നതിന് ശേഷമാണ് ഇമാം ശാഫിഈ തങ്ങൾ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഉ മിൻ അഹ്ലി ബൈത്തിഹി വബനാതിഹി വമൗലയാതിഹി വഖദമിഹി വഖദമി അഹ്ലി ബൈത്തിഹി, എല്ലാവരും റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായി, ഭാര്യമാരുണ്ടായി, അനുയായികളുണ്ടായി, എല്ലാവരും ഉണ്ടായിട്ടും ഫമാ അലിംതു മിൻഹുന്ന ഇംറഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅ, ഒരു സ്ത്രീയും ആ കൂട്ടത്തിൽ നിന്ന് ജമാഅത്തിനോ പള്ളിയിലേക്ക് പോയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന്. ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ശാഫിഈ ഇമാമിന് അറിഞ്ഞിട്ടില്ല എന്നുള്ള മൗലവിമാർക്ക് അറിഞ്ഞു എന്നാണ് അതിന്റെ മറുപടി. 10 ലക്ഷത്തിലേറെ ഹദീസുകൾ മനഃപ്പാടമാക്കിയ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ല സ്ത്രീകൾ ജുമുഅത്തിനും ജമാഅത്തിനും പോയത് എന്നുള്ള മൗലവിമാർ പറയുന്നു. ആയിഷ ബീവി ജുമുഅക്ക് പോയിട്ടുണ്ട്, നമ്മൾ ഏത് സ്വീകരിക്കണം? അതുകൊണ്ട് ആ ഹദീസിന്റെ എന്നും അർത്ഥം മൗലവിമാർ പറയുന്നത് പോലെയല്ല, മറിച്ച് എല്ലാ പള്ളികൾക്കും തടയരുത്, എല്ലാ പള്ളികൾക്കും തടയണമെന്ന് വന്നാൽ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നതിന് തടയേണ്ടി വരും, അതുകൊണ്ട് ഹജ്ജ് മുടങ്ങും. അതുകൊണ്ട് അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഇഖ്തിലാഫുൽ ഹദീസിൽ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു വിഷയം, മുജാഹിദ് പള്ളികളിൽ അല്ലെങ്കിൽ മുജാഹിദുകൾ എവിടെ ആണും പെണ്ണും കൂടിക്കലർന്നിട്ടില്ല എന്നാണ്. മലപ്പുറം സലാത്തിൽ അങ്ങനെ ഉണ്ട്, അത് ശുദ്ധ അസംബന്ധമാണ്. മലപ്പുറം സലാത്തിൽ പോകുന്നവർക്കറിയാം, സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ സ്ഥലമാണ്. അതിലാർക്കും അവിടെ പോയ ആളുകൾക്ക് അറിയാം. ഇനി ഒരാൾ പെണ്ണുങ്ങളുമായി പുരുഷന്മാരുമായി കൂടിക്കലർന്ന വല്ല പെണ്ണും പോകുന്നുണ്ടോ, ആ പോക്ക് തെറ്റുമാണ്, ഹറാമാണ്. അത് എവിടേക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്, യാതൊരു സംശയവും അതിലില്ല. പിന്നെ മുജാഹിദുകൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഓക്കാനിക്കാൻ വരുന്നത്. ഇത് ഞങ്ങളവിടെ പുരുഷനും സ്ത്രീകളും എവിടെ കൂടിക്കലർന്നിട്ടില്ല. എന്നാ പിന്നെ അതൊന്നാണ് കാണിച്ചു തരാം, ഒന്ന് വെച്ചു കൊടുക്ക്. മുജാഹിദ് സംസ്ഥാന സമ്മേളനം ലാസ്റ്റ് കളഞ്ഞ ചങ്ങരംകുളം സമ്മേളനം ഒന്ന് കാണിച്ചു കൊടുക്ക്. മുജാഹിദിന്റെ സഭയിൽ നോക്കിങ്ങൾ ഇതാ, മുജാഹിദ് സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലർന്ന വലിയൊരു ചെമ്പ് വെച്ചുകൊണ്ട് അതെ, വലിയൊരു ചെമ്പ്. നമ്മളാണ് തീറ്റന്റെ ആൾക്കാർ പറയും, നമ്മൾ കുടുക്കിയിലാ വെക്കുക, ഭയങ്കര ചെമ്പിലാ വെക്കുക, അങ്ങനെ വ്യത്യാസമേ ഉള്ളൂ. ഇവര് കണ്ടോ, ആണും പെണ്ണും ഒന്നിച്ച് വന്ന് തീറ്റക്ക് ഒന്ന് പാത്രത്തിൽ വന്നതാണ് ഒന്ന് വെച്ചു കൊടുക്കുക. അത് പുരുഷന്മാരാണ്. ഇനി വേറൊരു ഭാഗം കാണും, ലേഡീസ് എന്ന് എഴുതിയൊരു ഭാഗം കാണും. കണ്ടോ, ലേഡീസ് എന്നാണ് അതിൻ്റെ അകത്ത് സ്ത്രീകളിൽ നിന്നാണ്. അവിടെ താടി കുറച്ച് ലേഡീസ് ഉണ്ടാവും, ഞെട്ടണ്ട. പെണ്ണുങ്ങൾക്ക് താടി മുളച്ചതല്ല അത് പെണ്ണുങ്ങളെ കൂടുതൽ ആണും പെണ്ണും കൂടി വിരകിയ കഞ്ഞിയും ചാക്കി കൂടി അങ്ങനെ ഉണ്ടല്ലോ പഴയ കാലത്തൊരു ചെല്ല് എന്ന് ആകെ കൂടി കലർന്ന് മുജാഹിദ് തൗഹീദ് ഇങ്ങനെ ഉച്ചി വീഴ് തൗഹീദ് നടുക്കണ്ടങ്ങളാണ് ഈ കാണുന്നത്. തൗഹീദിന്റെ നടുക്കളങ്ങളായ താടി വെച്ച ആളുകൾ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മുമ്പിലൂടെ പോകട്ടെ, കഴിഞ്ഞിട്ടില്ല, ഈ പോകട്ടെ, വെച്ചെടുത്ത് വേറൊന്ന് അതിൽ കാണുന്നുണ്ടോ? കണ്ടോ, പുരുഷന്മാരും സ്ത്രീകളും ചെയ്യുന്ന രംഗം. ഇനി നിങ്ങൾക്ക് വേറെ അതിന്റെ വീഡിയോ ക്ലിപ്പ് ഒന്ന് വെച്ചു കൊടുക്കും, അതിൽ തന്നെ ഉണ്ട് പുരുഷന്മാരും സ്ത്രീകളും കൂടി ആകെ വിരകില രംഗം. മുജാഹിദിന്റെ സമ്മേളനം കഴിഞ്ഞ് പോരുന്ന ആടിക്കാരും ആണും പെണ്ണും നോക്കിങ്ങൾ മുജാഹിദിന്റെ ഗേറ്റിന്റെ അടുത്ത് വെച്ചുള്ള പരിപാടിയാണിത്. എന്താ ഒരു തൗഹീദ്, എന്തൊരു തൗഹീദാ. അറബി മലയാള മാസിക എന്റെ കൈവശമുണ്ട്. അതിൽ അന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട് അത് തെറ്റാണ്, പാടില്ലാത്തതാണ്. നോക്ക് നിങ്ങൾ, നമ്മളുടെ ഉലമാക്കളെ പാടില്ല, തെറ്റാണ്. ഹറാം ആര് ചെയ്താലും ഹറാം തന്നെയാണ്. അത് നേർച്ചകളിലാണെങ്കിലും ഉറൂസുകളിലാണെങ്കിലും ജാറങ്ങളിലാണെങ്കിലും തെറ്റ് തന്നെ. പക്ഷെ നമ്മൾ പറയുന്നു അവിടെ മാത്രമല്ല, എല്ലായിടത്തും തെറ്റാണ്. അത് ഹിറാ നഗറിലാണെങ്കിലും തെറ്റാണ്, മുജാഹിദ് പള്ളിയിലാണെങ്കിലും തെറ്റന്നെ, ജമാഅത്തെ ഇസ്ലാമിന്റെ പള്ളിയിലും അങ്ങനെ തന്നെയാണ്, സമ്മേളനങ്ങളിലും അങ്ങനെ തന്നെയാണ്, ഹറാമാണ്. നിങ്ങൾക്കറിയില്ല, ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലുള്ള സ്ത്രീകളെ മുഴുവനും വലിച്ചു കൊണ്ടുപോയി നിളാനദിയിലേക്ക് കുറ്റിപ്പുറത്തേക്ക് കേരള വനിതാ സമ്മേളനമാണത്രേ. എന്നിട്ടോ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ത്രീകൾ നട്ടപ്പാതിര സമയത്ത് ബാനർ പിടിച്ച് കെട്ടാൻ വേണ്ടി മരത്തുമ്മ കയറിയാണ്. മുജാഹിദിന് ജമാഅത്തിന്റെ സൈറ്റ് നോക്കിയാൽ ജമാഅത്തിലെ ഐഷ ടീച്ചറും ഗുൽസു ടീച്ചറും മരത്തുമ്മ കയറിയ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവർ ബാനർ രണ്ടു ഭാഗത്തേക്കും വലിച്ചു കെട്ടുകയാണ്. ബാക്കിൽ നിന്ന് സോളിഡാരിറ്റിക്കാരൻ കൂറവാണല്ലോ, നല്ല നടക്കുള്ളൂ, അവൻ ടോർച്ചെടുക്കുക താഴത്തുനിന്ന് മേലക്ക്. എങ്ങനെ ഉണ്ടാകും? ഗുൽസു ടീച്ചറും ആയിഷ ടീച്ചറും മരത്തിന്റെ മുകളിൽ, സോളിഡാരിറ്റി താഴത്തുനിന്ന് ടോർച്ചടിക്കുന്നു. മാധ്യമ റിപ്പോർട്ടർ അവിടുന്ന് ഇത് രണ്ടും കൂടി പകർത്തുന്നു, ഫോട്ടോ പകർത്തുന്നു. ഏതാണ് ശരീഅത്ത്? ഞങ്ങൾക്കറിയില്ല. ഇത് ഏതാ മതം? എന്നിട്ട് ആ ഫോട്ടോ ജമാഅത്തെ ഇസ്ലാമിയുടെ സൈറ്റിൽ വിടുന്നു. നിങ്ങൾക്കറിയോ ഏതാണ് ഇതൊക്കെ മതം? എന്നിട്ട് ഇവരാ ഞങ്ങളെ ഇമാമികൾക്ക് ഇതിന് തിരിയുന്നത്. നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് ഹറാമുകൾ എവിടെ വരുന്നുണ്ടോ അത് ഹറാമാണ്. അത് സലാത്ത് മജ്ലിസ് ആണെങ്കിലും ശരി, മക്ബറയാണെങ്കിലും ശരി, ജാറമാണെങ്കിലും ശരി, തെറ്റുകൾ തെറ്റന്നെ.
മക്കത്ത് കഅബാലയത്തിന്റെ അടുത്ത് പോയവർക്കറിയില്ല, തവാഫ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഹറാമുകൾ അവിടെ ചെയ്യുന്നുണ്ട്. പലരും, പല സ്ത്രീകൾ, പല രാഷ്ട്രങ്ങളിൽ നിന്നെത്തുന്ന സ്ത്രീകൾ ഔറത്ത് പോലും മറക്കാതെ തവാഫ് ചെയ്യുന്നുണ്ട്. കടുത്ത തെറ്റല്ലേ? അതുകൊണ്ട് ആർക്കെങ്കിലും പറയാൻ പറ്റും ഇനി മുതൽ തവാഫ് പാടില്ല, അത് കടുത്ത പാതകാണ്, തവാഫ് ഇനി നിർത്തിവെക്കണം എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. നമ്മൾ പറയുന്നത് ഹറാമ് മാറ്റണം, സുന്നത്തായ കർമ്മങ്ങൾ നടപ്പിലാക്കുകയും വേണം. ഇതാണ് ഞങ്ങൾ പറയുന്നത്. അത് ജാറങ്ങളിലാണെങ്കിലും മക്ബറകളിലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. പക്ഷേ കേരളത്തിലെ ജമാഅത്തോ മുജാഹിദോ ചെയ്യുന്ന ഈ പരിപാടി അത് ഖുർആനിലില്ല, അത് ഹദീസിലില്ല. സ്ത്രീകൾ അവരുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന് അള്ളാന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരോ സ്ത്രീകളെ മാത്രം പങ്കെടുത്തുകൊണ്ട് അവർ ജീപ്പുകളിൽ ഓടിക്കെതച്ചെത്തുന്നു. അങ്ങാടികളിൽ, കവലകളിൽ, ടൗണുകളിൽ ജനങ്ങൾ തിങ്ങിക്കൂടുന്നിടത്ത് ഒരു സ്ത്രീ, യുവതി ചാടി ഇറങ്ങുന്നു. എന്നിട്ട് അവരുടെ ആ യുവതിയായ സ്ത്രീ അവരതാ മൈക്കയെടുത്തുകൊണ്ട് ഉജ്ജ്വലമായി പ്രസംഗിക്കുന്നു. നിങ്ങൾ ചിന്തിക്കണം, അന്യപുരുഷന്മാർക്ക് അരോചകരമാകുന്ന രൂപത്തിൽ, അരോചകരമാകുന്ന ശൈലിയിൽ അവർ പ്രസംഗിക്കുന്നു. സ്ത്രീകൾ പെൺപട്ടാളത്തിന്റെ, പെൺകൊടിയുടെ ആ മധുര ഗീതം, എന്തൊരു വശ്യത സഹോദരന്മാരെ! ഏതാണ് ഇത് ഇസ്ലാം? ഞങ്ങൾക്കറിയുന്നില്ല, ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഖുർആൻ പഠിപ്പിച്ച ഇസ്ലാമല്ല ഇത്. അബുൽ അഅ്ല മൗദൂദി പഠിപ്പിച്ചതല്ല. അബുൽ അഅ്ല മൗദൂദിയുടെ സ്ഥാപകൻ, നേതാവ് അൽ ഹിജാബ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. മുജാഹിദുകൾക്ക് ജമാഅത്തെ ഇസ്ലാമിക്ക് അറിയില്ലെങ്കിലും ഞങ്ങൾക്കറിയാം. അത് അറബിയിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. IPH മൗദൂദി സാഹിബിന്റെ എല്ലാ പുസ്തകങ്ങളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോഴും വിവർത്തനം ചെയ്യാതെ ഒളിപ്പിച്ചു വെച്ചൊരു ഗ്രന്ഥമാണ് അൽ ഹിജാബ് എന്ന് പറയുന്ന ഗ്രന്ഥം. അതിലുള്ളത് എന്താണ്? അതിലുള്ളത് സ്ത്രീകൾ ഇങ്ങനെ നടത്താൻ പാടില്ല, അവരിങ്ങനെ സമ്മതിക്കാൻ പാടില്ല, അവർ പുരുഷന്മാരോട് കൂടെ, പുരുഷന്മാരുള്ള വേദികളിൽ, അങ്ങാടികളിൽ, കവലകളിൽ പാടില്ല, സംഗമിക്കാൻ പാടില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമി ഹിജാബ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അവരുടെ നേതാവ് എഴുതി വെച്ചത് എന്റെ കൈവശമുണ്ട്. പ്രബോധനത്തിന്റെ പഴയ ലക്കങ്ങൾ ഇന്ന് എനിക്ക് പഴയ രേഖകളെ പരിശോധിച്ചപ്പോൾ കിട്ടി. അതിലും കാണാം. സഹോദരന്മാരെ, ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിനെ തള്ളുന്നു, ഖുർആനിനെ തള്ളുന്നു, സുന്നത്തിനെ അവഗണിക്കുന്നു. മാത്രമല്ല അവരുടെ നേതാവിനെയും അവഗണിക്കും. ഈ നേർച്ചയിൽ ബാൻഡ് മുട്ടുന്നതും അതുപോലെ പടക്കം പൊട്ടിക്കുന്നതൊക്കെ എന്താണ്, അത് ശരിയാണോ? അതിനെ കുറിച്ചുള്ള അഭിപ്രായം. ബാൻഡ്, ഈ ബാൻഡ് മുട്ടൽ, നേർച്ചയ്ക്ക് ബാൻഡ് മുട്ടൽ, പടക്കം, കള്ളും കുടിച്ച് ചാടി കളിക്കുക, അതൊന്നും ഒരിക്കലും പാടില്ല. കള്ളും കുടിച്ച് ചാടി കളിക്കാൻ, നീ കള്ളു കുടിച്ചിട്ട് ചാടണ്ട, വെറുതെ നടന്നാലും പാടില്ല. നീ അതൊന്നും പാടില്ലാത്ത കാര്യമാണ്. കള്ളു കുടിക്കുന്ന പരിപാടി തന്നെ പാടില്ല, ചാടാൻ പാടില്ല, അങ്ങനത്തെ പോലെ വേണ്ടടിക്കാനും പാടില്ല, ഒന്നും പാടില്ല. അതേ അവസരത്തിൽ ഇസ്ലാമിൽ ചില വാദ്യോപകരണങ്ങളുണ്ട്, അനുവദനീയമായ വാദ്യോപകരണങ്ങളുണ്ട്. അത് തെറ്റൊന്നുമല്ല, അതിൽപ്പെട്ടതാണ്. ഉദാഹരണം ദഫ് മുട്ടാം, അതനുസരിച്ച് കൊട്ടാം, പാടാം, അതൊന്നും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. നിരോധിച്ചിട്ടില്ല, അനുവദിച്ചതാണ്. പലവുമാൽ ജലാജിലി എന്നാണ്. അതിൽ ചരമ്പ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയും. അപ്പൊ ഇസ്ലാം അനുവദിച്ച കുറെ വാദ്യോപകരണങ്ങളുണ്ട്. ആ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അല്ലാത്ത ഹറാമായ വാദ്യോപകരണങ്ങൾ പലതും, അതൊക്കെയാണ് ഈ പൂരങ്ങളില്, ഹിന്ദുക്കളുടെ പൂരങ്ങളിലൊക്കെ നമ്മൾ കാണും. അതുപോലെ നേർച്ച എന്ന പേരിൽ, ഇപ്പൊ കൊണ്ടോട്ടി നേർച്ചയുടെ പേരിലൊക്കെ നടക്കുന്ന തോതിവാസങ്ങൾ പലതുമുണ്ട്. അതിലൊക്കെ ഇങ്ങനെയുള്ള പല ഹറാമുകളും നടക്കാറുണ്ട്. അതൊക്കെ തെറ്റന്നെയാണ്, പാടില്ലാത്തതാണ്. ആ ഹറാമായ വാദ്യോപകരണങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നേർച്ചയിലാണെങ്കിലും കല്യാണത്തിലാണെങ്കിലും കളിയാട്ടത്തിലാണെങ്കിലും എന്തായാലും പാടില്ലാത്തതാണ്. കള്ളു കുടിച്ചിട്ടാണെങ്കിലും പറ്റൂല, അല്ലെങ്കിലും പറ്റൂല. ഹറാമല്ലാത്ത ഹലാലായ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ പന്തികേടൊന്നും ഇല്ല.